Good morning everyone. Welcome to Ada 24/7 Malayalam channel. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. We are going to discuss the Hindu Editorial of 30th November 2021. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നടത്താറുണ്ട്. എൻ്റെ പേര് റിന്ദു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് അതത് ദിവസത്തെ ആർട്ടിക്കിൾസിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ ഡെയിലി ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയുന്നു, അതിനുശേഷം ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇഡിയംസ് നമ്മൾ നോക്കും. ദെൻ വിൽ മൂവ് ഓൺ ടു ദി സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ തരുന്നു. ആർട്ടിക്കിളിൽ നിന്ന് ഒരു സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ തരുന്നു. അതിൻ്റെ ഹോംവർക്ക് ഉണ്ടാവും തലേ ദിവസത്തെ, ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് കൂടെ തരുന്നു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ സെഷൻ്റെ ഒരു പ്രത്യേകത അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അത് മാത്രമല്ല ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അതിപ്പോൾ എസ്സേ ആയിക്കോട്ടെ, ലെറ്റർ ആയിക്കോട്ടെ, ഏത് ഫോമാറ്റാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇംപ്രൂവ് ചെയ്യും. വൊക്കാബ് എൻറിച്ച് ചെയ്യും. And grammar structures obviously. So welcome to our session. Good morning everyone. All right, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. നമുക്ക് 12% ഡിസ്കൗണ്ട് ഡബിൾ വാലിഡിറ്റി ഓഫറും ഉണ്ട്. നമ്മൾ മന്ത് എൻഡ് ഓഫർ ആയതുകൊണ്ട് ഇന്ന് 30-ാം തീയതി അല്ലേ, നാളെ നമ്മൾ അടുത്ത മാസത്തെ വരവേൽക്കാണ്. അപ്പോൾ ഡിസംബർ തുടങ്ങാൻ പോവാണ് നെക്സ്റ്റ് ഡേ അല്ലേ. അപ്പോൾ നമുക്ക് 12% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്ക് ഒക്കെ. എന്നാൽ മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും ടെസ്റ്റ് സീരീസുകൾക്കും ഒക്കെ നമുക്ക് 12% കൂടെ ഡബിൾ വാലിഡിറ്റി ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കാനോ താല്പര്യമുണ്ട്, ഇപ്പോഴാണ് പറ്റിയ സമയം കേട്ടോ. അപ്പോൾ മറക്കണ്ട, കോഡ് ഇതാണ് Y314, Y314. അപ്പോൾ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ആ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് +2 മെയിൻസിന്റെ എന്താണ് ഡേറ്റ് വന്നാലും ഇന്നലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാലും എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നല്ല കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കൂടെ നമ്മുടെ +2 മെയിൻസിന്റെ ബാച്ചിലോട്ട് അപ്പോൾ ബാച്ച് ഉടനെ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ KTETന്റെ ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. KS-ന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്, ആൻഡ് ഹൈക്കോർട്ട്സിന്റെ പ്രാക്ടീസ് ബാച്ച്. ഹൈക്കോർട്ട്സിന്റെ പ്രാക്ടീസ് ബാച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് എക്സാം ജാനുവരി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനിയും സമയമുണ്ട്. ഒരു മാസം നമുക്ക് പഠിച്ച് പോകാനുള്ള സമയം. ഡിസംബർ 6-ാം തീയതി നമ്മൾ ആരംഭിക്കണം നമ്മുടെ ബാച്ച്. ക്രാഷ് ബാച്ചാണ്. 3 മണിക്കൂർ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഈവനിങ് ബാച്ച്, ഈവനിങ് തുടങ്ങുക. 3 മണിക്ക് മുതൽ 4:30 വരെ ഒരു സെഷൻ, 6 മുതൽ 7:30 വരെ ഒരു സെഷൻ, 8:30 മുതൽ 10 മണി വരെ ഒരു സെഷൻ. അങ്ങനെ 1.5 മണിക്കൂർ സെഷൻ. ഡെയിലി 4.5 മണിക്കൂർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവും. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. അത് നമ്മൾ Jan 1st വീക്കോടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഔട്ട് വി ആർ പ്ലാനിങ് ആൻഡ് വെൽക്കം എവ്രി വൺ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് a പോസിറ്റീവ് നോട്ട്. ഓക്കെ, യെസ് ഓൾ റൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ പോസിറ്റീവ് നോട്ട്. അപ്പോൾ നമ്മുടെ നോട്ട് ഇതാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഓർത്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മന്ത് എൻഡിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇയർ എൻഡിലോട്ട് എത്തി, ഡിസംബർ മാസത്തോട്ട് നമ്മൾ വരവേക്കാൻ പോകുന്ന നെക്സ്റ്റ് ഡേ. അപ്പോൾ സെറ്റ് യുവർ ഗോൾസ് ഹൈ. നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ ചെറുതാക്കി നമ്മളെ കണ്ടിട്ട്, ഇഫ് യു ആർ ഡിവാല്യൂയിങ് യുവർ സെൽഫ്, മേക്ക് ഷുവർ സെറ്റ് യുവർ ഗോൾസ് ഹൈ. കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം നമ്മൾ. കാരണം നമ്മൾ ഒരിക്കലും നമ്മളെ എങ്ങനെ താഴ്ത്തി കെട്ടാൻ പാടില്ല. ഡോണ്ട് സ്റ്റോപ്പ് അണ്ടിൽ യു ആർ പ്രൗഡ്. ആരും പറയുന്ന പോലെയല്ല, നിങ്ങൾക്ക് തോന്നണം നിങ്ങൾ തന്നെ, ഓക്കേടാ ഞാൻ ചെയ്ത് ശരി, ഓക്കേടി നമ്മൾ ചെയ്ത് ശരിയായി എന്ന് തോന്നി സ്വന്തമായിട്ട് തോളിൽ തട്ടാൻ തോന്നണം. സോ അണ്ടിൽ ദെൻ ഡോണ്ട് സ്റ്റോപ്പ്. അതുപോലെ ഫോക്കസ് ഇസ് ദ കീ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കോൺസെൻട്രേറ്റ്, പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോക്കസ് ഇസ് ദ കീ ആൻഡ് സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ, എഡിറ്റോറിയലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഡെയിലി ചെറിയ കാര്യങ്ങൾ ചെയ്യുക. സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. അങ്ങനെ ചെറിയ ഇമ്പ്രൂവ്മെന്റ്. നമ്മൾ ഉറുമ്പിനെ കണ്ടുപിടിക്കണം അല്ലേ, ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്താണ് ഇമ്പ്രൂവ്മെന്റ് അവർ വരുന്നത്. സോ സെയിം തിങ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ഈച്ച് ഡേ, എവറി ഡേ. ഓരോരോ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. അല്ലാതെ സക്സസ് does not come to you all of a sudden. പെട്ടെന്ന് കയറി ഒന്ന് വരുന്ന സാധനമല്ല ഈ സക്സസ്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ്. സോ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് 2 ആർട്ടിക്കിളാണ് ഹിന്ദു എഡിറ്റോറിയലുള്ളത്. ഒന്ന് നമ്മുടെ ജർമ്മനിയിലെ പൊളിറ്റിക്കൽ ഗവൺമെന്റ് വരുന്നതിനെ പറ്റിയും ജർമ്മനിയിലെ പൊളിറ്റിക്കൽ സെനേറിയോയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ജർമ്മൻ ആൻഡ് ഇന്റർനാഷണൽ കാര്യമാണ്. അത് നമ്മൾ എഫക്റ്റ് ചെയ്യില്ല, SASലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈസസിലോ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ബട്ട് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക നോളജ് വേണമെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി ഗിവ് ഇറ്റ് എ റീഡ്. അത് അവിടെ നോക്കുക കേട്ടോ. ആൻഡ് ഇന്ന് വേറെ വരാൻ പോകും നമ്മുടെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയൊക്കെയാണ്. സോ അതാണ് നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു എസ്സേ, ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു എസ്സേ. സോ ലെറ്റ്സ് ഗിവ് അവർ അവെയർനെസ് ടു ദാറ്റ്. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഡിയംസ് ആൻഡ്
phrases നമുക്ക് നോക്കാം. Yes, proud moment of all Kerala. First time in history of India, a Malayali is going to decorate coveted position of chief naval staff. Yes, of course. അത് തന്നെ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാം അല്ലേ. ഫസ്റ്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ശ്രീ ഹരികുമാർ. യെസ് അനി, ലെറ്റ് സെലിബ്രേറ്റ് ദാറ്റ് അല്ലെ. ഇത് നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഗ്രേറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഇഡിയംസ് വളരെ കുറവാണ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വളരെ കുറവാണ്. അപ്പൊ ഇന്നുള്ളതെല്ലാം ഫ്രേസൽ വേർബ്സ് ആണ്. ഈ ഫ്രേസൽ വേർബ്സ് ഓർത്ത് വെച്ചോളാം. എളുപ്പത്തിൽ പഠിക്കാം എന്ന അതേ സമയത്ത് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കൂട്ടുള്ള ഫ്രേസസ് ആണ് കേട്ടോ. നോക്കി, സ്ട്രൈക്ക് ഡൗൺ. നിങ്ങൾക്കറിയാം സ്ട്രൈക്ക് ഡൗൺ. ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്ന എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് സ്ട്രൈക്ക് ഡൗൺ. സ്ട്രൈക്ക് ഡൗൺ നിലംപരിശാക്കാല്ലേ, ഒരാളെ നമ്മൾ തോൽപ്പിക്കുക എന്നൊക്കെയാണ് സ്ട്രൈക്ക് ഡൗൺ പറയാം, അല്ലെ വീഴ്ത്തുക എന്നാണ് പറയാം. സോ സ്ട്രൈക്ക് ഡൗൺ മീൻസ് ഒഫീഷ്യലി നമ്മൾ സ്ട്രൈക്ക് ഡൗൺ ഒഫീഷ്യലി എൻ സംതിങ് എങ്കിൽ നിങ്ങൾ പറയും സ്ട്രൈക്ക് ഡൗൺ. ഇപ്പൊ സ്ട്രൈക്ക് ഡൗൺ കേട്ടുള്ളവർക്ക് അറിയാം സ്ട്രൈക്കിന്റെ പാസ്റ്റ് ടെൻസ് ഉണ്ട് സ്ട്രക്ക് അല്ലെ. ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ട്രക്ക്. V2 ആണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും സ്ട്രക്ക് ഡൗൺ, സ്ട്രൈക്ക് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ എപ്പോഴും ഡെയിലി കേൾക്കുന്ന ഒരു വാക്കായിരിക്കാം സ്ട്രൈക്ക് ഡൗൺ. അപ്പൊ സ്ട്രൈക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ എന്താ നിലത്ത് വീഴ്ത്ത, മേക്ക് സമ്മൺ ഫോൾ എന്നുള്ള അർത്ഥം തന്നെയാണ് സ്ട്രൈക്ക് ഡൗൺ കേട്ടോ. സോ ഓർത്തു വെക്കുക. സോ നിർബന്ധമായിട്ട് ഓർത്തു വെക്കുക. ഒഫീഷ്യലി എൻ സംതിങ് ദാറ്റ് ഇസ് സ്ട്രൈക്ക് ഡൗൺ എന്നുള്ള വാക്ക്. ഓക്കെ, സോ യെസ് CEO of Twitter. Yes, great. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണം ഈ വാക്കുകളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളാണ്. അടുത്ത വാക്കാണ് സെറ്റപ്പ്. സെറ്റപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സെറ്റപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓർഗനൈസ് ഓർ പ്ലാൻ സംതിങ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നൊരു അർത്ഥമുണ്ട്. ഓഫ് കോഴ്സ് ഒരു ഫ്രേസൽ വേർബിന് സെറ്റപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിട്ട് ആൻ ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടക്കമിടുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഓർഗനൈസ് ഓർ പ്ലാൻ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർഗനൈസ് ചെയ്യാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ സെറ്റ് അപ്പ്. സെറ്റപ്പ് ആണ് നമ്മുടെ എന്ത് സെറ്റപ്പ് ചെയ്തു അല്ലെ, ഞാനൊരു കമ്പനി സെറ്റപ്പ് ചെയ്തു എന്നൊക്കെ പറയില്ലേ. സോ സെറ്റപ്പ് ചെയ്യുക മീൻസ് ഓർഗനൈസ് സംതിങ് ഓർ ദി എന്താ പറയാ, ഇനി ആൾക്കാർ പറയാം ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സെറ്റപ്പ് ക്യാൻവാസിങ് സെന്റർ അല്ലെങ്കിൽ എന്തും ഇലക്ഷൻ ക്യാമ്പയിൻ, സെറ്റപ്പ് ആൻഡ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്നൊക്കെ പറയില്ലേ. സോ മീൻസ് ഓർഗനൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ള അർത്ഥമുള്ളൂ. ഓക്കെ, അടുത്ത വാക്കാണ് റൺ അഫൗൾ. റൺ അഫൗൾ. റൺ അഫൗൾ എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ കേൾക്കുമ്പോൾ ഓർക്ക് നമ്മൾ കൊളൈഡ് വിത്ത് ഓർ ബിക്കം എൻറ്റാങ്കിൾ വിത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിലോട് നമ്മൾ കൂട്ടിയിടിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് എന്താ പറയുക മൊത്തം കുരുങ്ങിക്കിടക്കുക എന്നൊരു അർത്ഥമാണ് റൺ അഫോൾ എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുക അല്ലെ, കുടുങ്ങിക്കിടക്കുക എന്നാണ് റൺ അഫോൾ എന്ന വാക്കിന്റെ അർത്ഥം. ലിറ്ററലി അതിൽ US നമ്മൾ എന്താ പറയാ ഒരു കാഷ്വൽ യൂസേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ എന്നാണ് അർത്ഥം. പെട്ടുപോവാന്ന് പറയില്ലേ, ഗെറ്റ് ഇൻ ടു ട്രബിൾ. അതാണ് നമ്മൾ പറയില്ലേ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ റൺ അഫോൾ എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ, കുടുങ്ങി പെട്ടു എന്ന അവസ്ഥയാണ് റൺ അഫോൾ. സോ കൊളൈഡ് വിത്ത് ഓർ ബിക്കം എൻറ്റാങ്കിൾ വിത്ത് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുടുങ്ങി കിടക്കുക, അതുമായിട്ട് കൂട്ടിയിടിക്കുക, ദാറ്റ് ഇസ് റൺ അഫോൾ. ഈ 3 കാര്യം ഓർത്ത് വെച്ചോ കേട്ടോ. The government struck down farm laws in the first sitting of parliament. All right, officially end. We set up a journey next week. Okay, yes, all right. Organize or plan something. All right, okay. All right, okay, great. Let's set up a combined study അല്ല combined study. അവിടെ കമ്പൈൻഡ്, നമ്മൾ ഈ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ കമ്പൈൻ ഉള്ളൂ, പക്ഷെ ഡി അവിടെ ഉണ്ട്. കാര്യം എന്താ, V3 ഫോമിന് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. സ്റ്റഡി പഠനം എങ്ങനെയാണ്, കമ്പൈൻഡ് ആയിട്ടുള്ള പഠനമാണ്, കമ്പൈൻഡ് സ്റ്റഡി കേട്ടോ. അങ്ങനെ നമ്മളത് പറയുന്നത് കേട്ടോ. ആസ് അവർ എക്സാം ഇസ് നിയർ. ഓക്കെ, ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കുക എന്ന് മഞ്ഞുരുക എന്ന് പറയല്ലേ. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി എൻഡ് എന്നല്ല ശരിക്കും കേട്ടോ. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മള് ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. എന്താ പറയാ, പരിചയം, എന്താ പറയാ, ഫ്രണ്ട്ലി ആവുക, ബിക്കം ഫ്രണ്ട്ലി എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം കേട്ടോ. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ബിക്കം ഫ്രണ്ട്ലി, അത് ഓർത്ത് വെച്ചോണേ. അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോണം. ഇപ്പൊ അടിപിടിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അവരെല്ലാം കൂടെ ബിക്കം ഫ്രണ്ട്ലി, ഒരു ടേംസിൽ വരാം, ബിക്കം ഫ്രണ്ട്ലി അല്ലെങ്കിൽ കം ടു ഫ്രണ്ട്ലി ടേംസ്, അതിനെയാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയാം അല്ലെ. നമ്മൾ ഒരു പരിചയമില്ലാത്തവരോട് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഒക്കെ കേട്ടില്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വഴക്കൊക്കെ ഉണ്ടാകുന്ന വി ബ്രോക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ വി കെയിം ഇൻ ടു ടേംസ്, ഫ്രണ്ട്ലി ടേംസ്, അതിനെയാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയാം. അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോട്ടോ. മൗനം വെടി ഈസ് ലിറ്ററൽ മീനിങ് അല്ലേ, അത് തന്നെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന സംഭവം. ഓക്കെ,
Setting up a trip is hobby of some of us, but never happens. Okay. Varun set up a venture, but it ran afoul with his current business, so he struck it down. Okay. Okay. Crime branch strike down that controversial spelling നോക്കിയേ ബോണി. controversial spelling കേട്ടോ. After the completion, ബാക്കി sentence correct ആണ്. After the completion of the studies, they set up a small business. Okay, great. Government has set up to strike down, organized to strike down. Okay. The 3 family laws. Okay. Marriage was struck down after the domestic violence by the husband. Okay. Yeah, fine. Initiate the talk. Yes. അപ്പം ഒഫീഷ്യലി എൻ്റെ ഒന്നും വരില്ലല്ലോ. അതാ സ്ട്രൈക്ക് ഡൗൺ എന്ന മീനിങ് വരില്ലല്ലോ. Let's set up a teaser before the theatrical release of this movie. All right. Okay. Let's move. അപ്പോൾ നോക്കിക്കേ, ഇന്നത്തെ idioms and phrases simple ആണ്. I mean, idioms ഇല്ല, you can see break the ice idiom ആണ് obviously. ബാക്കി phrases എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. Strike down, set up and run afoul. Okay, മറക്കരുത്. Let's move to synonyms and antonyms and related words. അപ്പോൾ ഇന്നലെ നമ്മൾ തുടങ്ങിയത് പ്രിസ്ക്രൈബ് എന്ന വാക്ക് വെച്ചിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്രിസ്ക്രൈബ് എന്ന വാക്ക് വെച്ചിട്ടാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രിസ്ക്രൈബ് നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണെന്ന് പറഞ്ഞ് പ്രിസ്ക്രൈബ് കൂടെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ഡെയിലി സെഷനിൽ ഇപ്പോൾ ഉണ്ട് പ്രിസ്ക്രൈബ് ആൻഡ് പ്രിസ്ക്രൈബ്. അപ്പം പ്രിസ്ക്രൈബ് യു നോ അല്ലെ, ഓതറൈസ്, സജസ്റ്റ് അല്ലെ, ഓതറൈസ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, ഓർഡർ ചെയ്യുക, അഡ്വൈസ് ചെയ്യുക എന്നൊക്കെയാണ് പ്രിസ്ക്രൈബ് എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ പ്രിസ്ക്രൈബ് ഇസ് എ നെഗറ്റീവ് വേർഡ്. അതിന്റെ അർത്ഥം ബാൻ ചെയ്യുക, പ്രൊഹിബിറ്റ്, forbid, restrict എന്നൊക്കെയാണ്. യു നോ ഇറ്റ് അല്ലേ? നമ്മൾ എന്നും ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ദ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ദീസ് ലോസ്, അല്ലെങ്കിൽ എനിത്തിങ് പ്രിസ്ക്രൈബ് ചെയ്തു, എന്തെങ്കിലും ഒരു കാര്യം പ്രിസ്ക്രൈബ് ചെയ്തു, എന്തെങ്കിലും റെസ്ട്രിക്ട് ചെയ്തു, ബാൻ ചെയ്തു. യു ക്യാൻ സി യു ആർ പ്രിസ്ക്രൈബ് ടു എൻറ്റർ ദ പ്രോപ്പർട്ടി പറഞ്ഞിട്ടല്ലേ? സോ സെയിം വേ. അടുത്ത വാക്ക് പൊട്ടൻഷ്യൽ. യു നോ വാട്ട് പൊട്ടൻഷ്യൽ ഇസ് അല്ലേ? നമ്മൾ നൗൺ ആയിട്ട് പറയും പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട് അല്ലേ? എന്താ അഡ്ജക്റ്റീവായിട്ട് ഒബ്വിയസ്ലി പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. പൊട്ടൻഷ്യൽ ഇസ് എ നൗൺ. അത് നമ്മൾ ഉപയോഗിക്കും. എന്താ അർത്ഥം? കേപ്പബിലിറ്റി, ടാലന്റ് അല്ലെ? നമ്മുടെ ഒരു കഴിവിനെ പറയും യുവർ പൊട്ടൻഷ്യൽ അല്ലെ? ട്രൈ മാക്സിമം വിത്ത് യുവർ പൊട്ടൻഷ്യൽ, ടു യുവർ പൊട്ടൻഷ്യൽ അല്ലെ? ട്രൈ ഹാർഡർ ടു യുവർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയില്ലോ. എന്താ അർത്ഥം? എന്താ? ഏറ്റവും നിന്റെ കേപ്പബിലിറ്റിന്റെ അവസാനം വരെ മാക്സിമം പൊട്ടൻഷ്യൽ വെച്ച് ചെയ്യാന്നൊക്കെ പറയും. ദാറ്റ്സ് ഇറ്റ്. കേപ്പബിലിറ്റി, ടാലന്റ് എന്നൊക്കെയുണ്ട്. പ്രോസ്പെക്ട്, കഴിവ് എന്നൊക്കെയുണ്ട്. എന്നാൽ നോക്കുക, പോസിബിലിറ്റി എന്നൊരു അർത്ഥമുണ്ട് പൊട്ടൻഷ്യൽ അല്ലെ? പൊട്ടൻഷ്യൽ റെയിൻഫോൾ എന്ന് കേട്ടിട്ടുണ്ടോ? പോസിബിലിറ്റി എന്നൊരു അർത്ഥമാണ് അതിനുള്ളത്. കാരണം വെച്ചാൽ ചാൻസ് എന്നൊരു അർത്ഥമുണ്ട്. പൊട്ടൻഷ്യൽ എന്നൊരർത്ഥം, ചാൻസ് എന്നൊരു അർത്ഥം കൂടെ പൊട്ടൻഷ്യലിനുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ. പ്രിസ്ക്രൈബിന്റെ മലയാളം മീനിങ് നിരോധിക്കുക കേട്ടോ. സിവാന, നിരോധിക്കുക. ഓക്കെ, യെസ്, ക്ലിയർ ഐ ഗെസ്. And India tried their best to strike down New Zealand on day 5 of the first test. Okay, the cars run afoul. Okay, great. Government has run afoul on their newly enacted farm laws. Great. The Residents Association set up celebrations for New Year. Okay, I'm planning to set up a small business. Okay, to study is my intention, but when I went through mobile, I began to run afoul with some other YT videos. Okay, the new variant of coronavirus may run afoul the world again. Great. Yeah, അതെ ഇന്നലെ പഠിച്ച സർക്കംസ്ക്രൈബ് മനസ്സിലുണ്ടായിരിക്കണം എല്ലാവരുടെയും. യെസ്, താങ്ക് യു ഹരി. We have to believe in our potential. Yes. All right. She ran afoul with police yesterday while riding her newly registered vehicle. Okay. ഓൾ റൈറ്റ്. അവിടെ വൈൽ വരുമ്പോഴില്ലേ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. വൈൽ റൈഡിങ് ഹെർ ഇതിനേക്കാളും അതൊരു കൺജങ്ഷൻ അല്ലേ? അപ്പൊ വൈൽ ഷീ വാസ് റൈഡിങ്, അവിടെ കൺജങ്ഷൻ അല്ല, അപ്പൊ ഒരു ക്ലോസ് വേണ്ടേ? വൈൽ ഷീ വാസ് റൈഡിങ് കൺജങ്ഷൻ ആണ് വൈൽ. വേറെ യൂസേജ് ഉണ്ടോ വൈലിന്? നോക്കിക്ക്. അപ്പം വൈൽ ഷീ വാസ് റൈഡിങ് എന്ന് കൊടുക്കണം കേട്ടോ. വൈൽ കഴിഞ്ഞിട്ട് ജെറണ്ട് നേരെ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജെറണ്ട് കഴിഞ്ഞിട്ട് വേർബ് കൂടെ വേണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. സിജി, my mother prescribed me from going to the party. Yes, ഇന്നലെ പറഞ്ഞായിരുന്നു. Like kids and people are prescribed to go out. Okay, nowadays kids have high potential. Yes, one should use one's potential to overcome the barriers. Great. Smoking is prescribed in the public places. Yeah. Meritina, the president prescribed kitchen activities all over India. Okay. Students were prescribed from reading aloud in the classroom. Okay. Owing to the heavy rain, the government run afoul to launching new schemes. Yes, Hari. Nowadays even girls have potential to drive heavy trucks.
Even girls, they already had, they were prohibited. ആ വർത്താനം പറയരുത് ജയശ്രീ. No, even girls, why do you use even girls? No. All right, so that's it. Government prescribed the sale of alcohol contents within 10 kilometers of schools. Okay, he showed his sentence correct ആണ് ജയശ്രീ. He showed his complete potential to tackle the problem. All right, moving on to next one, ostensible. ഒരു തവണ നമ്മൾ ostensibly എന്ന adverb പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ly ഇട്ടിട്ട് ostensibly പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു apparently എന്നൊക്കെ പറഞ്ഞു വന്ന സാധനമാണ്. അപ്പോൾ ostensible എന്ന് പറഞ്ഞാൽ apparent എന്നാണ്. apparent ആണ്, കാണാം, പുറമേ കാണാൻ മാത്രം ഉണ്ട്, that is apparent. evident ആണ്, കാണാൻ മാത്രം ഉണ്ട്, that is evident എന്നൊക്കെ പറയില്ലേ, that seeming, കാണുമ്പോൾ it seems അല്ലെ, ആ അർത്ഥമാണ് seeming, outward, superficial എന്നൊക്കെ അർത്ഥമുണ്ട്. പുറമേ കാണുമ്പോൾ that is superficial. അപ്പോൾ നോക്കുക, ഒന്ന് സൂപ്പർഫിഷ്യൽ, ഔട്ട്വേർഡ് എന്നൊക്കെ പറയുവേ നമ്മൾ ostensible എന്ന് പറയുമ്പോൾ, സീമിങ് എന്നൊക്കെ ഉള്ളത്. അപ്പാരന്റ് ആണ്, എവിഡന്റ് ആണ്, നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് കാണുമെങ്കിൽ വി സേ ദാറ്റ് ഇസ് എവിഡന്റ് അല്ലെ, ഇറ്റ്സ് എവിഡന്റ് ഇൻ ഹിസ് ഫേസ് അല്ലെ, ഇറ്റ്സ് എവിഡന്റ് ഓൺ ഹിസ് ഫേസ്, അവന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, എവിഡന്റ് ആണെന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ് ഈസ് ostensible. മറന്നു പോരുതേ, ostensible നമ്മൾ ostensibly ഡിസ്കസ് ചെയ്തിരുന്നു, ഐ തിങ്ക് 2 weeks ബിഫോർ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് സീ. അടുത്താണ് disquiet. disquiet, quiet, I need some quiet എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്വയറ്റ് എന്ന് പറയുന്നത് നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ക്വയറ്റ്, എനിക്ക് കുറച്ച് സമാധാനം വേണം എന്ന് പറയും. ഡിസ്ക്വയറ്റ് എന്ന് പറഞ്ഞാൽ സമാധാനമില്ലായ്മ. ഓക്കെ, ഓർത്ത് വെക്കണേ. ഐ നീഡ് സം ക്വയറ്റ് എന്ന നൗൺ പറയുമ്പോൾ കാം അറ്റ്മോസ്ഫിയർ, സെറിനിറ്റി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ സമാധാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനം. എന്നാൽ ഡിസ്ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അണീസ്, സമാധാനമില്ലായ്മ, വറി. അതിനെ വേർബായിട്ടും പറയും, പെർട്ടേർബ്. ഒരു മറ്റുള്ളവരെ നമ്മൾ എന്താ പറയാ, മറ്റുള്ളവരെ നമ്മൾ അപ്സെറ്റ് ചെയ്യുക, ബുദ്ധിമുട്ടിക്കുക, ആങ്കർ ചെയ്യുക, അജിറ്റേറ്റ് ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഡിസ്ക്വയറ്റ് മീൻസ്. വേർബായിട്ടും നൗൺ ആയിട്ട് ഉപയോഗിക്കും ഡിസ്ക്വയറ്റ്, ഓർത്ത് വെച്ചോണേ. Alright, in the present world, kills run a fall in the world of interest. Yes. Alright. Palpable? Yeah. Yes. We should have the potential to deal with any sort of problem anytime. എന്താ ചെയ്യാ ഹരി, ഞാൻ അങ്ങനെയായി പോയി. Okay, she showed her full potential by achieving top rank in IAS. All right. Okay, yes. Even though pan parag is prescribed, it is easily available in the market. Of course it is, yes. Government prescribed the people entering the Mullaperia dam as it may be exploded soon. As it may be exploded. Okay, as it may be, yeah. All right. Okay. Clear, sentence തെറ്റില്ല. ഓ ജയശ്രീ, യെസ്, ഐ നോ. ബട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായോ, എൻ്റെ ഉള്ളിൻ്റെ ആളൊന്ന് റിയാക്ട് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ഐ ഗെസ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത വാക്കാണ് അസേർഷൻ. നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് അസേർഷൻ അല്ലെ? അസേർട്ട് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസേർട്ട് അല്ലെ, അസേർട്ട്, അസർട്ടീവ് സെന്റൻസ്. യു നോ വാട്ട് അസർട്ടീവ് സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അസേർട്ട് ചെയ്യുക, അസർട്ടീവ് സെന്റൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക അല്ലെ? സോ അസേർഷൻ മീൻസ് ഡിക്ലറേഷൻ. പ്രൊക്ലമേഷൻ, പ്രൊക്ലെയിം, ക്ലെയിം, നമ്മുടെ ക്ലെയിം, ഹിസ് ക്ലെയിം ഇസ് അല്ലെ, നമ്മളിപ്പോ ഒരു കേസിനെ പറ്റിയൊക്കെ ലീഗൽ ടേംസിൽ പറയില്ലേ, അവന്റെ ക്ലെയിം ഇതാണ്, അവന്റെ പരാതി അല്ലെങ്കിൽ അവന്റെ പ്രസ്താവന അല്ലെ, ദാറ്റ്സ് ഇറ്റ്, അവന്റെ സ്റ്റേറ്റ്മെന്റ്. സോ ക്ലെയിം, സ്റ്റേറ്റ്മെന്റ്, ഒപ്പീനിയൻ എന്നൊക്കെ അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോണേ. അപ്പൊ അസേർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്, ക്ലെയിം, ഒപ്പീനിയൻ, ഡിക്ലറേഷൻ, പ്രൊക്ലമേഷൻ എന്നൊക്കെ ഉണ്ട്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? I guess it is clear. The situation made her disquiet. Yeah. Oh Vishnu, I'm so honored. അല്ലേ, ഞാൻ ആകെപ്പാടെന്ന് പറയാം, ഞാൻ ഇച്ചിരി പൊങ്ങി. ഓക്കെ, സെന്റൻസ് ക്രിയേഷന് വേണ്ടി പറഞ്ഞാണെങ്കിലും എനിക്ക് സന്തോഷമായി, ഇഷ്ടപ്പെട്ടു, സുഖിച്ചു. ഓക്കെ, അക്നോളജ് യുവർ ഓൺ അൺടാപ്ഡ് പൊട്ടൻഷ്യൽ. ഗ്രേറ്റ്. പിന്നല്ലേ സോഫി, വെഹിമെന്റ്ലി ഡിക്ലെയർ. യെസ് അനി, യെസ്. ഓക്കെ, her success is ostensible in her hard work. Okay, a positive sentence alle. Infinite beauty of women is quite ostensible. Okay, people of India should always disquiet about unemployment. Okay, അങ്ങനെയല്ല സൗമ്യ, സെന്റൻസ് ഒന്നും നമുക്ക് മാറ്റണേ. People of India are always disquiet about unemployment, are always worried, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊടുക്കുക are always disquiet about എന്ന് കൊടുക്കുക. Okay. All right, yeah.
ഓഫ് കോഴ്സ് സൂപ്പർമാൻ. ഞാൻ സ്പോട്ടിംഗ് തെറ സെഷൻ ചെയ്യും. നമുക്ക് ഇനി ഡെയിലി അല്ല, ഡെയിലി നമ്മളിപ്പോൾ എഡിറ്റോറിയലുണ്ടല്ലോ, വീക്ക്ലി ട്വൈസ് ഒക്കെ വെച്ചിട്ട് സ്പോട്ട് തെറ സെഷൻസ് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ സെഷൻസ് പ്രാക്ടീസ് സെഷൻ അങ്ങ് ചെയ്തു വിടാം. എക്സാംസ് ആർ കമ്മിങ്, വി വിൽ ഡു ദാറ്റ്. ഓക്കെ, യാ. He asserted himself as the boss of the group. Okay, the parents always disquiet about their children. Parents always disquiet. നോക്കിയേ, disquiet is a verb. നോക്കിയേ, ഈ വെർബിന്റെ പ്രത്യേകത എന്താ നോക്കിക്കേ. അപ്സെറ്റ് ചെയ്യുക, ആരെങ്കിലും നമ്മൾ അപ്സെറ്റ് ചെയ്യണം. ഡിസ്ക്വൈറ്റ് ആരെങ്കിലും വറീഡ് ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ എന്താ പറയാ, അജിറ്റേറ്റ് സംവൺ, വി നീഡ് ആൻ ഒബ്ജക്ട് ദർ, അല്ലെ? അപ്പൊ ഡിസ്ക്വൈറ്റ്സ് ആരെയാണ്? പേരൻസ് ഓൾവേസ് ഡിസ്ക്വൈറ്റ് അബൌട്ട് ആണെങ്കിൽ ഇങ്ങനെ പേരൻസ് ആർ ഡിസ്ക്വൈറ്റ്, അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അവിടെ പ്രോബ്ലം, പേരൻസ് ആർ ഡിസ്ക്വൈറ്റ് അബൌട്ട്, പേരൻസ് ഡിസ്ക്വൈറ്റ് അണീസിലാണ് നിൽക്കുന്നത് കൊടുക്കുക. അല്ലെങ്കിൽ യു ക്യാൻ സേ ഡിസ്ക്വൈറ്റ് സംവൺ, ആരെങ്കിലും നമ്മൾ അപ്സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്സെറ്റ് സംബഡി, അല്ലെ? അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഐ ആം അപ്സെറ്റ്, ഞാൻ അപ്സെറ്റ് ആണ് എന്നുള്ള രീതി കൊടുക്കണം. സോ ദാറ്റ് ഈസ് ദ സെന്റൻസ് ക്രിയേഷനുള്ള ചെറിയ പ്രോബ്ലംസ് അതൊക്കെയാണ്, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്. ഒറ്റ വാക്കാണ്, കഴിഞ്ഞ തവണ ഞാനിത് പറഞ്ഞിരുന്നു, ലൈക്ക് 1 week ago ഓർ മേ ബി 1.5 week ago എന്ന് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ എന്നോട് ചോദിച്ചു 2 വാക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഒറ്റ വാക്കാണ് എന്ന് പറഞ്ഞിരുന്നു. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ശ്രദ്ധിക്കുക, യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ദ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ റൈറ്റിംഗ് സെഷനിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ. റൈറ്റിംഗിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ്, വലിയൊരു വാക്കാണ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം, കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. സോ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന വാക്കിന്റെ അർത്ഥം ഡെസ്പൈറ്റ്. നമ്മളൊക്കെ അറിയാം അല്ലെ, ഡെസ്പൈറ്റ് ഇങ്ങനെയാണെങ്കിലും എന്നിരുന്നാലും എന്നാണ് അർത്ഥം. ഹൗവെവർ, സോ ഡെസ്പൈറ്റ് ഇസ് എ പ്രിപ്പോസിഷൻ, അറിയാലോ നിങ്ങൾക്ക്. ഡെസ്പൈറ്റ് പ്രിപ്പോസിഷൻ ഫ്രീസ് ആയി ഇൻ സ്പൈറ്റ് ഓഫ് ഉണ്ട്. ഹൗവെവർ അത് ഒരു അഡ്വേർബ് ആണ്. അതേപോലെ ഉണ്ട് സ്റ്റിൽ, എന്നിരുന്നാലും, സ്റ്റിൽ അതേ മീനിങ് വരുന്ന സാധനമാണ്. ദോ, ഈവൻ ദോ, ഓൾ ദോ കൺജങ്ഷൻ ആണ്. സി, അപ്പോൾ നിങ്ങൾക്ക് ഏത് യൂസേജ് വേണമെങ്കിലും ഉപയോഗിക്കാം അക്കോർഡിംഗ്ലി. പ്രിപ്പോസിഷൻ വേണ്ടെടുത്ത്, അഡ്വേർബ് വേണ്ടെടുത്ത്, കൺജങ്ഷൻ വേണ്ടെടുത്ത് അപ്രോപ്രിയേറ്റ്ലി യൂസ് ചെയ്യുക. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് റൈറ്റിംഗ് സെഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഇറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ എ കണക്റ്റീവ്, ദാറ്റ് ഈസ് ഓൾസോ എ കൊഹീസീവ് ഡിവൈസ്. യൂസ് ഇറ്റ്. ഓക്കെ, അടുത്ത വാക്കാണ് എക്സ്പോണൻഷ്യൽ. യു നോ വാട്ട് എക്സ്പോണൻഷ്യൽ ഇസ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് എന്ന് കേട്ടണം. എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് എന്ന് പറയില്ല, എക്സ്പോണൻഷ്യൽ എന്ന് പറയുള്ളൂ. ബിക്കോസ് ഓൾറെഡി എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻക്രീസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാം, നമ്മൾ എക്സ്പോണൻഷ്യലിന്റെ കൂടെ ഇൻക്രീസ് ഇടില്ല. കാരണം എന്താ വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഈസ് ഓൾറെഡി റാപ്പിഡ് ഇൻക്രീസ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തിന്റെ ഒരു റാപ്പിഡ് ഇൻക്രീസ് എന്ന അഡ്ജക്റ്റീവ് ആണ് ഇതിന്റെ അർത്ഥം. മൗണ്ടിങ് കൂടി വരിക, അസെൻഡിങ് കൂടി വരിക, ഓഗ്മെന്റഡ് വീണ്ടും കൂടി വരിക, അല്ലെങ്കിൽ ഗ്രോവിങ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഗ്രോവിങ്, മൗണ്ടിങ്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അല്ലെങ്കിൽ റാപ്പിഡ് ഇൻക്രീസ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളൂ, എക്സ്പോണൻഷ്യലിന്റെ കൂടെ പിന്നെ ഇൻക്രീസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് സൂപ്പർ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി മാറും, എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആയി മാറും. അതൊന്ന് ഓർത്ത് വെച്ചോണേ. എവറിബഡി ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. യെസ്, they never took my assertion saying that I am still a child. Okay, all right. I'm new here. Well, I'm ready already. All right, Pink Man. Great. Thank you so much and welcome to the group. Okay, welcome to the club. Okay, her ostensible disquiet made him proscribe himself from smoking. Yes. Of course. അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. സൂപ്പർമാൻ, that's my word. I'll do that. Okay. BCCI assertion of making Dravid as a head coach of Indian cricket വേറല്ല, ക്രിസ്റ്റി വേറെ വരില്ല. അസേർഷൻ ഒറ്റ കാര്യമാണ് അല്ലെ, ഡിക്ലറേഷൻ ഒറ്റ കാര്യമാണ്, സിംഗുലർ ആണ്. അപ്പൊ അതിനോട് വേറെ വരില്ല. വാസ് വൺ ഓഫ്, നമ്മൾ ആ വൺ ഓഫ് ഇതിന്റെ കൂടെ വരുന്ന നൗണ് പ്ലൂറലാണ്, ബട്ട് വേർബ് ഒരിക്കലും എന്ത് കൊടുക്കില്ല, പ്ലൂറൽ കൊടുക്കരുത് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? BCCI's assertion of making Dravid as the head coach of Indian cricket team or cricket was one of the best decisions. അവിടെയാണ് തെറ്റ്. One of the best decisions in this decade കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ കൊടുക്കുക. അതുപോലെ തന്നെ വേർബ് വേറല്ല, സിംഗുലർ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ ക്രിസ്റ്റി. മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ദ സഡൻ ഡിമൈസ് ഓഫ് മൈ റിലേറ്റീവ് ലെറ്റ് ടു എ ഡിസ്ക്വയറ്റ് വിച്ച് ഈസ് ക്വയറ്റ് അൺബെയറബിൾ. ഗ്രേറ്റ്, ഓൾ റൈറ്റ്. ഓക്കെ അനി, യെസ്. Magnus Carlsen assertion as the world champion can't be easily shaken. Okay, all right. Yes, Justin. There is an ostensible change in climatic conditions due to pollution. Yes. All right. Thank you, Sophie. Messi never mind his disquiet and the result of 7 balanced
or okay, dear award. Yes. Okay. Yes. Okay. That's it. Problems are not that disquiet unless we think it as a problem. Okay, Karthika. Yes. Let's grow. Yes. Omicron cases are become exponential. Alla vadakkan engane kodukkanam? Omicron cases are becoming exponential. R കഴിഞ്ഞിട്ട് ing form അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? V3 ഫോം ഇട്ടത് പാസീവൈസ് ചെയ്യണം. ഇത് പാസീവ് അല്ലല്ലോ, ഇത് ആക്റ്റീവ് വോയിസ് അല്ല. അപ്പൊ ആക്റ്റീവ് വോയിസിൽ നമ്മൾ ആറോ ഈസോ ആമോ ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ? ing ഫോം യൂസ് ചെയ്യാൻ, കണ്ടിന്യൂസ് ടെൻസ്, പ്രോഗ്രസീവ് ടെൻസ്. സോ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ലൈക്ക് Omicron cases are becoming exponential. Okay, so next one. To tackle the exponential increase in exponential growth എന്ന് കൊടുക്കും ട്ടോ. In tax fraud maybe a cumbersome process. Okay, since I took long leave for the office, all my files got exponential is adjective. Exponent എന്ന് പറയുമെന്ന് ഒരു സെക്കൻഡ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. I'm not sure about it. I'll check it and tell you. കേട്ടോ. Then exponential spreading of coronavirus runs afoul അല്ലെങ്കിൽ ran afoul. കാരണം എന്താ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് സംതിങ് എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? അപ്പൊ അതിന്റെ സിംഗുലർ തന്നെ കൊടുക്കണം. റൺസ് കൊടുത്തോ അല്ലെങ്കിൽ റാൻ എന്ന് പാസ്റ്റ് ടെൻസ് കൊടുത്തോ. എക്കോണമി ഓഫ് ദ എൻറ്റയർ വേൾഡ്. നെക്സ്റ്റ് വൺ ഇസ് ബാർ. ബാർ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാർ, വെള്ളം ഓടിക്കുന്ന ബാർ. കൗണ്ടർ എന്നൊക്കെ അർത്ഥമുണ്ട് ബാറിന്, നൗൺ ആയിട്ട്. റോഡ് അല്ലെ, കൗണ്ടർ, പോൾ, റോഡ് എന്നൊക്കെ നൗൺ ഫോർമുലേഷൻ ഉണ്ട്. വേർബ് ആയിട്ട് പറയാം ബാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫാസ്റ്റൻ ചെയ്യാം, ടൈറ്റൻ ചെയ്യാം. ഒരു കാര്യം ഫാസ്റ്റൻ ചെയ്യുക, ടൈറ്റൻ ചെയ്യുക എന്നൊക്കെയാണ്. ടൈറ്റൻ ചെയ്യാന്ന് പറയില്ലേ? ടൈറ്റൻ ചെയ്യുക, ഫാസ്റ്റൻ ചെയ്യുക, മുറുക്കുക എന്നൊക്കെയാണ് അർത്ഥം ബാറിനർത്ഥം. വേറെ ബാറിനൊരു അർത്ഥമുണ്ട് കേട്ടോ. ബാറെന്നൊരു അർത്ഥമുണ്ട്. ബാറിന് അതേ വേർബിന് വേറെ അർത്ഥമുണ്ട്. പ്രക്ലൂഡ് ചെയ്യുക. ബാർ എന്ന പ്രക്ലൂഡ് ചെയ്യുക, അതായത് പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെ? പ്രൊഹിബിറ്റ് എന്ന വാക്ക്, പ്രൊഹിബിറ്റ്, റെസ്ട്രിക്ട് ചെയ്യുക, ദാറ്റ് ഇസ് ഇറ്റ്. ഡിബാർ ചെയ്യുന്നൊക്കെ നമ്മൾ പറയില്ലേ, കോളേജിൽ നിന്ന് ഡിബാർ ചെയ്തു എന്നല്ലേ? സെയിം വേ ബാർ ചെയ്തു. സോ ഓർക്കണേ, ഇത് ഞാൻ ഇന്നാൾ പറഞ്ഞ നൗണും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രിപ്പോസിഷനും കൂടിയാണ് ബാർ എന്ന് പറയാം. ബാറിന്റെ അർത്ഥം ഇതേ ഉള്ളൂ, എക്സെപ്റ്റ് ഒഴിച്ച്. അതേ അർത്ഥമില്ലേ ബിസൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സംഭവമില്ല, ബട്ട് എന്നൊക്കെ പറയില്ലേ? ദാറ്റ്സ് ബിസൈഡ് അല്ല, സോറി, ബിസൈഡ്സ് എന്ന് പറയുന്ന സാധനം. അതുപോലെയല്ല ബട്ട് എന്ന് പറയും നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ട്. ബട്ട് ഈസ് ഓൾസോ ആൻ അഡ്ജക്റ്റ്, ഐ മീൻ കൺജങ്ഷൻ ആസ് വെൽ ആസ് എ പ്രിപ്പോസിഷൻ. അതുപോലെ തന്നെ എക്സെപ്റ്റ് എന്ന അതേ മീനിങ് ബാറിനുണ്ട്. ഓർത്ത് വെച്ചോണേ, നൗൺ ആണ്, വേർബ് ആണ്, പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ നൗൺ ആകുമ്പോൾ നമുക്കറിയാം റോഡ്, അയൺ ബാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പോൾ, കമ്പി, അതുപോലെ റോഡ് എന്നൊക്കെ പറയുന്ന സംഭവമില്ല, ആ സാധനം. ആൻഡ് കൗണ്ടർ, ബാർ എന്ന കൗണ്ട്. ആൻഡ് ടൈറ്റൻ ചെയ്യാൻ ആൻഡ് പ്രൊഹിബിറ്റ് ചെയ്യുക വേർബ്സ് ആണ്. റിമെമ്പർ ദാറ്റ് കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. കാരണം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വേരിയന്റ്ലി, ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിക്കാം. അതൊന്നും ഓർത്ത് വെച്ചോളൂ. അപ്പൊ എവിടെ സെന്റൻസ് കണ്ടാലും അതിന്റെ മീനിങ് എന്താണെന്നല്ലേ? അപ്പോൾ ഒരു സെന്റൻസിൽ ടൈറ്റൻ അർത്ഥമാണെങ്കിൽ അതിൽ നിങ്ങൾ പ്രൊഹിബിറ്റ് എന്ന് കൊടുത്താൽ അവിടെ തെറ്റി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുമ്പോൾ ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ റിലേറ്റഡ് വേർഡ്, ഐ മീൻ സിനോണിം കണ്ടുപിടിക്കാൻ അതിന്റെ വേർഡ് ഇവിടെ എന്താണ് കോണ്ടെക്സ്റ്റുവൽ ആണ് ചോദിക്കുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ഇറ്റ് പ്രോപ്പർലി ആണല്ലോ. അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്. അടുത്താണ് പെഗ്. പെഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോൾട്ട്, ഒരു പിന്ന്, ബോൾട്ട് എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. പെഗ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തിവെക്ക് നമ്മളിങ്ങനെ ഈ പറയില്ലേ, നമ്മള് ഈ ബോട്ട്സിലൊക്കെ വെക്കുന്ന പിൻസില്ലേ, ആ പിൻസിനാണ് പറയുന്നത്. ക്ലിപ്പ് ബോർഡ്സ് ഒക്കെ ഇല്ലേ, അതിലുള്ള പിൻസിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ബോൾട്ട്, സ്പൈക്ക്, പിൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ പിന്നൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ഫിക്സ് സംതിങ്, ടു ടൈറ്റൻ സംതിങ്, ഫാസ്റ്റൻ സംതിങ് ആണല്ലോ. അതുകൊണ്ട് പെഗിന്റെ വേർബ് മീനിങ് ഫാസ്റ്റൻ, ഫിക്സ്, സെറ്റ്, ഹോൾഡ് ഡൗൺ എന്നൊക്കെയുണ്ട്. ഹോൾഡ് സംതിങ് ഫേംലി, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടൈറ്റ് ആയിട്ട് വെക്കുക, ദാറ്റ് ഈസ് സെറ്റ്, ഹോൾഡ് ഡൗൺ, ഫിക്സ്, ഫാസ്റ്റൻ എന്നൊക്കെ അർത്ഥം. പെഗ് ഓർത്ത് വെച്ചോണേ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്, ലെറ്റ് സീ. അടുത്ത വാക്ക് നോക്കട്ടെ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് in the problems in her life, she had an exponential growth in her career. All right. Notwithstanding, I'm afraid of dogs. Somehow I managed not to run when that dog came towards me. When that dog came towards me. Past tense alle boni. When that dog came towards me. Okay. Yes. All right. Pile up എന്നല്ലേ exponential എന്നല്ലാണ് പറഞ്ഞതിന്റെ. Okay. It is ostensible from his house that he has a job in abroad. In abroad പറയില്ല അക്ഷര. Abroad എന്ന് പറയുന്ന ഒരു adverb ആണ്. സോ അഡ്വർബ് ഓഫ് പ്ലേസ്, അതിന് ഇൻ അബ്രോഡ് ഒരിക്കലും ഒരു പ്രിപ്പോസിഷനും അബ്രോഡിന് മുമ്പ് വെക്കരുത് കേട്ടോ. എങ്ങനെ ഉപയോഗിക്കണം? ഇറ്റ് ഈസ് ഓസ്റ്റൻസിബിൾ ഫ്രം ഹിസ് ഹൗസ് ദാറ്റ് ഹി ഹാസ് എ ജോബ് അബ്രോഡ് എന്ന് കൊടുക്കുക. ഓക്കെ. അടുത്തത്, ഇന്ത്യസ് GDP വാസ് ലാർജ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട്. പിന്നെ അവിടെ ലാർജിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ഗുരുദാസ്, ഒന്ന് ശ്രദ്ധിക്കണേ. In Paralympics, all the athletes scored high,
notwithstanding they are differently abled. All right. Senior officer was barred from performing his duty for he being probed against a corruption charge. Okay. Okay. ഉറപ്പായിട്ടും ബാറിന് അങ്ങനെയുണ്ട് ബാർ ഹൈ ചെയ്യാന്ന് പറഞ്ഞുണ്ട് ഉണ്ട് ആ അർത്ഥമുണ്ട് ബാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ അതുണ്ട് കേട്ടോ അതുകൊണ്ട് യെസ് ബാർഗ്രാഫ് ഒരു മുകളിലോട്ട് വരാം ഹൈക്ക് ദാറ്റ്സ് ഇറ്റ് ഹൈക്ക് എന്നൊരു അർത്ഥം കൂടി ഉണ്ട് യെസ് Nowadays, Omicron cases increased exponentially. Great. The policeman barred him from further crime. Okay, I have a routine habit. Justin, routine habit parla. Routine ennu parna thana habit ആയി. പിന്നെ അവിടെ habit ഒന്നും കൊടുക്കണ്ട. You can just make sure that I have a routine of taking pull-ups on a pull-up bar fixed to the wall in my house. അങ്ങനെ കൊടുക്കുക കേട്ടോ. And reading editorial every day make an exponential growth in my reading comprehension skill. Yes, made. All right, great. മൊത്തം ഒരു സെറ്റ് ആണല്ലേ ഹരി മൊത്തം സെറ്റാ ഓക്കെ അടുത്ത വാക്കാണ് അപ്സേർച്ച് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കാണ് ഇൻക്രീസ് ബൂം ഇംപ്രൂവ്മെന്റ് റൈസ് അഡ്വാൻസ് അപ്സേർച്ച് എന്ന് പറയാം എനിത്തിങ് എന്തിനും ഒരു അപ്സേർച്ച് ആയിക്കോട്ടെ ഇക്കണോമിക് അപ്സേർച്ച് പൊളിറ്റിക്കൽ അപ്സേർച്ച് എന്തും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്സേർച്ച് എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ഇൻക്രീസ് എന്നാണ് അർത്ഥം ബൂം ഇംപ്രൂവ്മെന്റ് റൈസ് എന്നൊക്കെയാണ് അർത്ഥം എന്ന് ഓർക്കുക കേട്ടോ എവ്രി വൺ ഡൗട്ടഡ് മീ വെൻ ദർ ഇസ് എക്സ്പൊണൻഷ്യൽ ഇൻ മൈ പ്രോഗ്രസ് റിപ്പോർട്ട് ദർ ഇസ് എക്സ്പൊണൻഷ്യൽ പ്രോഗ്രസ് ഓർ എക്സ്പൊണൻഷ്യൽ ഓക്കെ ക്ലിയർ ഒരു കാര്യം പറയട്ടെ എക്സ്പൊണൻഷ്യൽ ഇൻ മൈ പ്രോഗ്രസ് എന്ന് പറയില്ല അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് പ്രപ്പോസ് എന്താണ് ഇത് കൊടുക്കുക എക്സ്പൊണൻഷ്യൽ ഇൻ മൈ പ്രോഗ്രസ് എന്ന് കൊടുക്കില്ല അപ്പൊ എന്ത് കൊടുക്കുക ദർ ഇസ് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് എന്താ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നല്ല അർത്ഥം അപ്പൊ ബോണി എന്ത് കൊടുക്കണം എക്സ്പൊണൻഷ്യൽ പ്രോഗ്രസ് ഇൻ മൈ റിപ്പോർട്ട് കൊടുക്കുക കേട്ടോ അത് ചെറുതായിട്ട് തിരുത്തിക്കോ എവരി വൺ ഡൗട്ടഡ് മീ വെൻ ദർ ഇസ് എന്നല്ല വെൻ ദർ വാസ് ഉണ്ടായിരുന്നപ്പോ ഡൗട്ട് ചെയ്തു എന്ന് കൊടുക്കുക കേട്ടോ കാരണം സെന്റൻസ് പാസ്റ്റിലല്ലേ തുടങ്ങിയത് കൊണ്ടാണ് ദേ ബാർഡ് ഹിം ഫ്രം ഗോയിങ് ഔട്ട് ആസ് സം പ്രൊട്ടസ്റ്റ് വാസ് സം പ്രൊട്ടസ്റ്റ് അല്ല സം പ്രൊട്ടസ്റ്റ് കൊടുക്കണം സം എന്ന് പറയുന്നത് നമ്മൾ അൺകൗണ്ടബിൾ നൗണ്ട് കൂടി ആണെങ്കിൽ മാത്രമേ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുള്ളൂ അൺകൗണ്ടബിൾ അല്ല പ്രൊട്ടസ്റ്റ് ഒന്ന് പ്രൊട്ടസ്റ്റ് രണ്ട് ഒക്കെ ഇല്ലേ പ്രൊട്ടസ്റ്റ് ഇല്ലേ സോ മേക്ക് ഷുവർ ദാറ്റ് സം പ്രൊട്ടസ്റ്റ് ഏതെങ്കിലും പ്രൊട്ടസ്റ്റുകൾ എന്ന് കൊടുക്കുക കേട്ടോ ബിക്കോസ് പ്രൊട്ടസ്റ്റ് എന്ന് കുറച്ച് എന്നാണ് അർത്ഥം വാസ് ഹാപ്പനിങ് അല്ലെ അപ്പൊ സം പ്രൊട്ടസ്റ്റ് കൊടുക്കണ്ട ആസ് there was a protest was happening today അങ്ങനെ കൊടുക്കുക ആസ് എ പ്രൊട്ടസ്റ്റ് കൊടുത്തോ അത് മതി അടുത്താണ് അസെൻച്വേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അസെൻച്വേറ്റ് ഹൈലൈറ്റ് അണ്ടർസ്കോർ എംഫസിസ് സ്ട്രെസ് ഫോക്കസ് എന്നാണ് കോൺസെൻട്രേറ്റ് എന്നൊക്കെയാണ് അസെൻച്വേറ്റ് ഓർത്ത് വെച്ചോണേ സർജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒഴുക്ക് ഫ്ലോ എന്ന അർത്ഥം വിനീത് സർജ് മീൻസ് ഫ്ലോ ഓക്കെ ക്ലിയർ ഐ ഗെസ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് our economy pegged with the dollars rather than being floating at the foreign exchange market. Yes, people notwithstanding exponential rise of everyday goods price declared protest. Okay, the exponential increase of population of our nation calms down in the last 10 years calms down വരില്ല ലാസ്റ്റ് 10 years അല്ലേ അപ്പൊ അത് കഴിഞ്ഞല്ലോ ആസ് പെർ ദ സർവേ റിപ്പോർട്ട് അപ്പൊ കഴിഞ്ഞതിന് നമ്മൾ കാംസ് ഡൗൺ എന്ന് പറയില്ല കാം ഡൗൺ എന്ന് കൊടുത്തോളൂ ഓക്കെ എന്ന് കൊടുത്തോളൂ കേട്ടോ ഹൈ നുസൈബ ഗുഡ് മോർണിംഗ് സർജ് ഇറ്റ് സെൽഫ് ഇൻക്രീസ് അല്ലേ യെസ് സർജ് ഇൻക്രീസ് തന്നെയാണ് സർജ് ഞാൻ പറഞ്ഞില്ല ഫ്ലോ എന്നാ സർജിന്റെ അർത്ഥം സർജ് എന്ന് പറഞ്ഞ ഫ്ലോ എന്ന് തന്നെയാണ് ഓക്കെ അപ്പൊ അപ്സർജ് എന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥം Any threat start an upsurge of adrenaline rush in our blood. Any threat starts any threat ഒന്നല്ലേ അപ്പൊ threat എന്ന് പറഞ്ഞ threat starts an upsurge of adrenaline in our blood. Okay, കേട്ടോ ഹരി അല്ലേ സിംഗുലറിന്റെ കൂടെ സിംഗുലർ കോൺകോഡ് വേണ്ടേ ഞാനത് പറഞ്ഞു തരണോ the teacher pegged the beautiful drawing of the student on the wall of the classroom. Great. He pegged each nut and bolt of handicapped windows. Okay, great. Government pegged Fasal Bima Yojana due to several complaints against the scheme from farmers. Okay. Government pegged the inflation through liberalizing their market policies. Okay. Editorialization is really upsurging our vocabulary. Great. That's good. Good to know. There was an upsurge in my electricity bill this month. Okay. That's great. Watching editorialization daily upsurge my English vocab. Great. Accentuate. Accent. ഉണ്ട് ഓർമ്മയുണ്ടോ നമ്മൾ എന്താണ് ആക്സെന്റ് എന്താ നമ്മൾ സ്ട്രെസ് ചെയ്യാന്നല്ല അർത്ഥം ആക്സെന്റ് സ്ട്രെസ് കൊടുക്കുന്നതാണ് സെയിം വേ ആണ് അല്ലെ ഉണ്ട് അതിന് മീനിങ് റിലേഷൻ ആണ് കേട്ടോ ആക്സെന്റും ആക്സെന്റ് നമ്മൾ സ്ട്രെസ് ചെയ്യുക ഹരി അപ്പോൾ അസെൻച്വേറ്റ് എന്ന് പറഞ്ഞാൽ ആക്സസ് കൊടുക്കുക സ്ട്രെസ് കൊടുക്കുക പുട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ് അല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പ്രശ്നം അല്ല ഉപയോഗിക്കുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഹൈലൈറ്റ് ചെയ്യുക എന്നല്ലേ ആ സെയിം മീനിങ് ആണ് കേട്ടോ
All right. There was an upsurge in the economy. Okay, great. അടുത്തത് WHO accentuated the importance of wearing masks amidst the increase in COVID-19 cases in Europe. Yes, Harishankar. There was a sudden upsurge of water in Gandaki River last week. Okay, police upsurge their night patrolling during these days. All right. Yes, upsurge in Lakhimpur case because of Supreme Court decide. Okay, ഒരു സെക്കൻഡ്. Upsurge in Lakhimpur case because of Supreme Court decides. ആ സെന്റൻസിന് തെറ്റുണ്ടല്ലോ മൊത്തത്തില്. Upsurge in Lakhimpur case is because of Supreme Court's decision to hand over the case to അല്ല ചെറിയ വ്യത്യാസം ഉണ്ടല്ല. പിന്നെ റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതില്ലേ, ആ ഒരു കണക്ഷൻ ഇല്ലേ സൗമ്യ? ഒന്ന് റീറൈറ്റ് ചെയ്യണം, ഒന്ന് റീവർക്ക് ചെയ്യണം, ഒന്ന് റീഫ്രെയിം ചെയ്യാം സെന്റൻസ്. While reading through the passage, I searched for the accentuated word. Okay, great. There is a അവിടെ തെറ്റി. നോക്കിയേ, ഒരു കാര്യം പറയട്ടെ. അപ്സേർജ് എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലാ നോക്കിക്കേ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്സേർജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ എന്ന സൗണ്ടിലാണ്. അപ്പൊ അതിൽ ഏത് ആർട്ടിക്കിളാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആൻ അപ്സേർജ് ആണ്. ഇറ്റ്സ് നോട്ട് എ അപ്സേർജ്. കേട്ടോ, ആൻ അപ്സേർജ് ആണ്. ആൻ ഇൻക്രീസ്, എ ബൂം, ആൻ ഇംപ്രൂവ്മെന്റ്, ആൻ ഇൻക്രീസ്, എ റൈസ്, ആൻ അഡ്വാൻസ്. ക്ലിയർ ആണോ? വവൽ സൗണ്ട്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി ആനെ കൊടുക്കാവുള്ളൂ. ശ്രദ്ധിക്കണം, അത് ചെറിയ തെറ്റാണ്, ബട്ട് തെറ്റ് വളരെയായിട്ട് വലുതായിട്ട് നിങ്ങളുടെ മാർക്കും പോകും. ഓക്കെ, അടുത്ത വാക്കാണ് എംബ്രേസ്. യു നോ വാട്ട് എംബ്രേസ് ഇസ്? ഹഗ്, വെൽക്കം, അക്സെപ്റ്റ്, ഹോൾഡ്, അഡോപ്റ്റ്. അഡോപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അറിയാലോ, വെൽക്കം ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. സോ സെയിം വേ എംബ്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ആർ എംബ്രേസിംഗ് എൻ ഐഡിയ, യു ആർ എംബ്രേസിംഗ് സം വൺ. ഹഗ് ചെയ്യുക, വെൽക്കം നൗൺ ആണ്. എംബ്രേസ് എന്ന ഹഗ് എന്നൊരു നൗൺ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ വേർബ്. ഓർത്ത് വെച്ചോണം കേട്ടോ, രണ്ട് വാക്ക് ഓർത്ത്. അടുത്ത വാക്കാണ് എക്സ്പെഡൈറ്റ്. എക്സ്പെഡൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് 2 ആഴ്ച മുൻപാണ് എൻ്റെ വിശ്വാസം. സ്പീഡ് അപ്പ്, ആക്സിലറേറ്റ്, ഹറി, ക്വിക്കൻ, വേഗമാട്ടെ, ദാറ്റ് ഈസ് എക്സ്പെഡൈറ്റ്. എക്സ്പെഡൈറ്റ് എന്ന വാക്ക് വേർബ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം വേഗമാക്കുക, ശീക്രം, ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ ഓക്കെ, അതാണ് ഹരി പറഞ്ഞു കേട്ടോ. ഹരി, ദർ ഇസ് എ അപ്സേർജ് അല്ല, ദർ ഇസ് ആൻ അപ്സേർജ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓൺ അക്കൗണ്ട് ടു US-China meeting. The Kerala government accentuated the label as least poverty state in India in last 10 years. Okay, all right. The teacher accentuated important points required for the exam. Okay, people's representative accentuated the underlying issues in the parliament. Great. As accent ഉണ്ട്. ആക്സെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ചെയ്യാന്നല്ലേ? സ്ട്രെസ് എന്നല്ലേ? അതാ ചോദിച്ചത്. ഹരി ചോദിച്ചത് ബന്ധമുണ്ട്, റിലേറ്റഡ് ആണ്. ഓഫ് കോഴ്സ് ആക്സെന്റ് സൗണ്ട് ലാംഗ്വേജുമായിട്ട്, നമ്മുടെ വോയിസുമായിട്ട് ഓഫ് കോഴ്സ് ആണ് കേട്ടോ അരുൺ. യെസ്, അടുത്ത് നോക്കിക്കേ. ഐ ഓൾവേസ് ഗിവ് അല്ല ഷിബില, ഐ ഓൾവേസ് ഗിവ് ആൻ ആക്സെന്റ്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യാറുണ്ട് എന്ന സ്റ്റഡീസിനെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്, എംഫസൈസ് ചെയ്യാറുണ്ട്, അണ്ടർലൈൻ ചെയ്യാറുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം എന്നറിയോ? ഐ ഓൾവേസ് ആക്സെന്റുവേറ്റ് ഓൺ മൈ സ്റ്റഡീസ് എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ തെറ്റ ഐ എം ഓൾവേസ് ഗിവ് ആക്സെന്റ്, അവിടെ വേർബ് നൗൺ ആയിട്ട് ഉപയോഗിക്കില്ല ആക്സെന്റുവേറ്റ് എന്ന് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്, ഒന്ന് ക്ലിയർ ആക്കാം. ഷി വാണ്ട്സ് ടു ആക്സെന്റുവേറ്റ് her artwork before the exhibition. Okay, PSC accentuated the professionalism in candidates. Great. Education motivates a children to embrace new patterns in order to remain dynamic. Yes. Yesterday, I saw a dream in which I was about to embrace the heroine, but suddenly my mother woke me up. നന്നായി ഇല്ല, നീ എന്തൊക്കെ കണ്ടേനെ? അടുത്ത വാക്ക് നോക്കാം, സ്പെക്ട്രം. ഓക്കെ, സ്പെക്ട്രം എന്ന വാക്കിന്റെ അർത്ഥം റേഞ്ച്, വൈഡ് സ്പെക്ട്രം, വൈഡ് റേഞ്ച് അല്ലെ? പാരഡൈം അല്ലെ? പാരഡൈം അല്ലെങ്കിൽ ഗ്യാമൽട്ട് അല്ലെങ്കിൽ സ്കോപ്പ്, സ്പെക്ട്രം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. സ്പെക്ട്രം എന്ന വാക്കിന്റെ അർത്ഥം സ്കോപ്പ്, ഗ്യാമൽട്ട്, പാരഡൈം, റേഞ്ച് എന്നൊക്കെയാണ് സ്പെക്ട്രം എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. There is an upsurge of marketing sanitizers and masks in the time of pandemic. Yeah, we are going to embrace Christmas soon. Yes. Love letter is a medium to accentuate one's feeling towards the other. Of course. Yes. ഇന്ന് മൊത്തം ഒരു ലവ് ആണല്ലോ എല്ലാവർക്കും. ഇന്ന് I think you're there is love in the air. ഇന്ന് ക്ലാസ്സിൽ മൊത്തത്തിൽ ഒരു love മയമാണ്. All right. HC exam preparation, expedite the need to accentuate vocabulary skills. Okay. Embrace but don't accentuate your failures. Yes. I expedite my preparations as exams were approaching. Were approaching? അല്ല, are approaching. കേട്ടോ മോനി? അല്ലെങ്കിൽ I expedited
എന്ന് കൊടുക്കുക, പാസ്റ്റ് ടെൻസ് കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എന്ത് കൊടുക്കണം? ഐ എക്സ്പെഡൈറ്റ് മൈ പ്രിപ്പറേഷൻ ആസ് എക്സാംസ് വേർ അല്ലെ, കൊടുക്കില്ല, ആർ അപ്രോച്ചിങ്. ഓക്കെ, വരുന്നു എന്നാണ് പറയുന്നത്. വിന്റർ ഈസ് കമ്മിങ് അല്ലെ, വിന്റർ വാസ് കമ്മിങ് എന്ന് നമ്മൾ പറയുമോ? വിന്റർ ദേ വരുന്നു എന്ന് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. State government embraced many schemes in educational sector. Great. Scheduling of exam date, expedited revision process. Yes, of course. In the seminar, the moderator concluded by accentuating the fact that there is upsurge in unemployment and the government should be dealing it with great importance. Yes, Yamuna, great. ആണ് ഹരി. യെസ്. അടുത്ത വാക്ക് ക്വിൻറ്റസെൻഷ്യൽ. എന്താണ് ക്വിൻറ്റസെൻഷ്യൽസിന്റെ വാക്കിന്റെ അർത്ഥം? ടിപ്പിക്കൽ ആണ്, ടിപ്പിക്കൽ കാര്യമാണ് അല്ലെ, അല്ലെങ്കിൽ മോഡൽ, ഐഡിയൽ, സ്റ്റാൻഡേർഡ്. ക്വിൻറ്റസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊടുക്കില്ലേ, ഒരു എന്താ പറയാ, അതിന് മലയാളത്തിലൊക്കെ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മളൊരു ത്രാസ് എന്ന് പറയില്ലേ, ത്രാസ്, അതിനെയാണ് ക്വിൻറ്റസെൻഷ്യൽ. ഒരു മോഡലാണ്. ബട്ട് ഇറ്റ് ഈസ് എൻ അഡ്ജക്റ്റീവ് കേട്ടോ. ടിപ്പിക്കൽ, മോഡൽ, ഐഡിയൽ, സ്റ്റാൻഡേർഡ് എന്ന്. എന്നാൽ അതിന്റെ അതേ അർത്ഥത്തിൽ എസെൻഷ്യൽ എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. ഇമ്പോർട്ടൻറ്റ്, എസെൻഷ്യൽ എന്നർത്ഥം, നെസസറി എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വിൻറ്റസെൻഷ്യൽ. ഐഡിയൽ ആണ്, സ്റ്റാൻഡേർഡ് ആണ്, അറ്റ് ദ സെയിം ടൈം എസെൻഷ്യൽ എന്നൊരു അർത്ഥം കൂടി ക്വിൻറ്റസെൻഷ്യൽ ഉണ്ട്. അതാണല്ലോ അതിന്റെ കൂടിച്ചേർത്ത് എസെൻഷ്യൽ എന്നൊരു വാക്കൂടെ വന്നേക്കുന്നത്. സോ നെസസറി, ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ഒരു അർത്ഥവും ഇതിന് ഉണ്ട്. ഓർത്ത് വെച്ചോണം. ക്വിൻറ്റസെൻഷ്യൽ. ഫോർ എക്സാമ്പിൾ, റിവിഷൻ ഇസ് ക്വിൻറ്റസെൻഷ്യൽ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് അല്ലെ. റിവിഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ പഠനം ഒന്നുമല്ല. സോ റിവൈസ്, പ്രാക്ടീസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത നോക്കിക്കേ, ഇൻക്രിമെന്റൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഡീഷണൽ. ഇൻക്രിമെന്റ് കിട്ടി, കേട്ടിട്ടില്ലേ? നമ്മൾ ഇൻക്രിമെന്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ് കിട്ടി എന്ന് കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ഇൻക്രിമെന്റ്? അഡീഷൻ, ബോണസ് ആണ്. സോ എന്താ പറയാ, ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ, അക്രീഷണൽ, ബൂസ്റ്റ്, നമുക്കൊരു ഒരു പ്രോത്സാഹനമാണ്. സോ എന്താണ് നമ്മൾ പറയാ, ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ, അക്രീഷണൽ അല്ലെങ്കിൽ ബൂസ്റ്റ് എന്നൊക്കെയാണ്. ഓർത്ത് വെച്ചോണേ. ഓൾ റൈറ്റ്. ആൻഡ് ഡിസോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസോൺ ചെയ്യാം, എന്താ, ഓണർഷിപ്പ് ഏറ്റെടുക്കുക. ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റേതാണെന്ന് സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഡിസോൺ ചെയ്യുക, ഐ ഡിസോൺ ദിസ് കേസ്, അല്ലെങ്കിൽ എന്താ പറയാ, ഐ ഡിസോൺ ദിസ് അക്യൂസേഷൻ. ഇത് എന്റെ മേലെ ആരോപിക്കാൻ ഞാൻ സമ്മതിക്കും, ഈ ആരോപണത്തെ ഞാൻ ഡിസോൺ ചെയ്യുന്നു. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വേർഡാണ്. ഡിസോൺ ചെയ്യാന്ന് പറഞ്ഞാൽ, ഡിസോൺ ചെയ്യാന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക, ഡിസ്ക്ലെയിം ചെയ്യുക, അബാൻഡൻ ചെയ്യുക. നോ, സേ നോ ടു സംതിങ്, ദാറ്റ് ഇസ് ഡിസോൺ കേട്ടോ. എന്റേതല്ല എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്, ഡിസോൺ. ഇറ്റ്സ് നോട്ട് മൈൻ പറയില്ലേ, ഈസ് ഇറ്റ് യോഴ്സ്? നോ, ഇറ്റ്സ് നോട്ട് മൈൻ, ഐ ഡിസോൺ ഇറ്റ്. എന്റെ അല്ല, ഐ റിജക്ട് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഡിസോൺ എന്ന വാക്ക് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ലെറ്റ്സ് സീ. അടുത്ത് നോക്കട്ടെ. ലെറ്റ്സ് എംബ്രേസ് എ ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് PSC എക്സാംസ്. ഓഫ് കോഴ്സ് വി ഹാവ് ടു. കാരണം എന്താ, ഇപ്പൊ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയി അല്ലേ. യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സെൽഫ് എവറി ഡേ. Embrace your flaws, yeah, but learn from your mistakes. Alle Akshara. When Taliban captured Afghanistan, Indian government embraced Afghan citizen. Yeah. Dollar upsurge saddled international commodity rates. Yeah. 5G will expedite the downloading and uploading speeds over the mobile network. Yeah. Yes. ഞാൻ പാരഡൈമിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചോ? ഇല്ലല്ലേ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പാരഡൈമിന്റെ സ്പെല്ലിംഗ് തെറ്റിയോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ. ഓക്കെ, യെസ്, ഹീസ് എ ക്വിൻറ്റസെൻഷ്യൽ മാൻ. ഹീസ് എ സ്റ്റാൻഡേർഡ് മാൻ, ഐഡിയൽ മാൻ. ഓ, ഓൾ റൈറ്റ്. ഐ എം ഇൻ എ ഹറി ടു ഗോ ഫോർ വർക്ക്. Go to work. എല്ലാം കറക്റ്റാണ്. Go for work. He's going for work. Going to work. മതി, വർക്കിന് പോകുന്നതിന് വേണ്ടി. അപ്പൊ go to work മതി കേട്ടോ. Spectrum also related to beam of light. സ്പെക്ട്രം അറിയാലോ. സ്പെക്ട്രം നിങ്ങൾക്ക് അറിയില്ലേ, മറ്റേ ഇതിന്റെ മറ്റേ റെയിൻബോ സ്പെക്ട്രം ഫോർമേഷൻ. യെസ്, ഇറ്റ് ഇസ് റിലേറ്റഡ് ഫിസിക്കൽ, പക്ക ഫിസിക്സ്. യെസ്. Preamble is taken as the quintessential part of the whole Constitution of India. Yes. He commented that she is quintessential girl, but she questioned that with expedite rage in return. All right. We should acquire the quality of disown. Quality of disown. Parilla. Disownership എന്ന് പറഞ്ഞു സജിനി, ബിക്കോസ് ഡിസോൺ ഇസ് എ വേർബ്. അപ്പൊ ഓഫ് എന്ന പ്രൊപ്പോസിഷന് ശേഷം എപ്പോഴും ഒബ്ജക്റ്റ് അല്ലേ വരേണ്ടത്. Verb is not an object. Clear ആക്കണേ അതൊന്ന്. Government expedited the construction of border roads in the backdrop of China's intrusion in disputed areas. Yeah, I feel sad when I see dogs disowned by their masters. Okay, great. The opportunities in the healthcare is a broad spectrum, which is always
exponentially growing. Okay, the opportunities in healthcare is a broad spectrum. Okay, spectrum te patti parayna. All right, incremental in my salary motivated. Incremental in my salary alla adjective eduthitalla subject aayittu varillalo. Endha parayande? Increment in my salary motivated me a lot ennu kodukka Karthika. Incremental support in finance needs to those who belonging to economically backward classes. Finance needs to those allalla avade tettundallo tettundu engane kodukkanam. Incremental support is needed to be given alleki needs to be given and the needs to kayinittu adinte kode verb kodukka. Needs to what? Needs to needs to be given to those who belonging to economically backward classes. Illengi adu correct alla, verb illa, correct aayittu vannittilla ട്ടോ സൗമ്യ. The accused disowned all the claims against him during the trial. Yeah, disowning പറയാം, disowning correct ആണ്. Disowning പറയാം സജിനി. Yes, of course. അടുത്ത emanate ചെയ്യാം. Emancipation എന്ന് കേട്ടിട്ടില്ലേ? Emancipation of workers കേട്ടില്ലേ? Emanate അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡാണ്. Emanate എന്ന് പറഞ്ഞാൽ emerge, arise, originate, display, express. Emanate ചെയ്യാം, you are expressing something. Emanate your thoughts. മനസ്സിലായോ? Or emanated. This project was emanated as a result of the people's or of these three members. ഇവരുടെ മൂന്ന് പേരുടെയും ഐഡിയയിൽ നിന്ന് വന്നു അങ്ങനെയൊക്കെ പറയില്ലേ? So that's it. Emerge, arise, originate, like that. പോവാട്ടോ. അടുത്ത നോക്കിയാൽ salubrious എന്ന വാക്കിന്റെ അർത്ഥം healthy, ആരോഗ്യപരമായ, beneficial, useful, wholesome. മൊത്തത്തിൽ wholesome, salubrious diet, healthy diet, wholesome diet എല്ലാം കൂടി അടങ്ങുന്ന, that's it. All inclusive, that is salubrious എന്നൊരു അർത്ഥമുണ്ട്. wholesome എന്ന് പറയുമ്പോൾ തന്നെ all inclusive ആണ്. Healthy അല്ലെങ്കിൽ beneficial, useful എന്നൊക്കെ അർത്ഥം salubriousനുണ്ട്. ഓർത്ത് വെച്ചോണേ, it's an adjective. Sports is quintessential along with academic studies. Of course, academic studies എന്ന് പോലും കൊടുക്കണ്ട, എങ്ങനെ കൊടുത്താൽ മതി? Anne-Marie, sports is quintessential along with academics. That's enough. A consistent effort is quintessential to realize one's dream. Yes. Court disowned his request for bail. All right, yes. Veracity എന്ന വാക്കിന്റെ അർത്ഥം veracity. ഓർക്കണേ, veracity. ഒരുപാട് വി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓർത്തുക. ഇറ്റ്സ് veracity. Veracity എന്ന് പറഞ്ഞാൽ accuracy അല്ലെങ്കിൽ authenticity, correctness, authenticity എന്നൊക്കെ പറയും. Authenticity, accuracy, correctness, truthfulness എന്നൊക്കെയാണ് veracity എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തു വെച്ചോണം എല്ലാവരും. ഓക്കെ. Parliament needs quintessential discussion in agriculture bill. Yeah, good speech always emanate from good reading. Okay, great. Incremental gifts are quintessential to ensure the salubrious effort of employees, healthy efforts, beneficial efforts. Okay, great. We prepared salubrious food at home. Yeah. Incremental rain at the later half of the summer is a boon in disguise for the farmers. Yes. India is actually a quintessential country with a lot of cultural diversity. Yes, light and heat emanated by sun is very important for the existence of life on earth. Yes, moving on to next word, voracious. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ് voracious. Voracious എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Insatiable, greedy. Satiable എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്താണെങ്കിൽ insatiable എന്ന് പറയും. Satiable എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. That can be satisfied, that is satiable. Insatiable എന്ന് പറഞ്ഞാൽ that cannot be satisfied. Unquenchable, quenchable എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ can be satisfied, that cannot be satisfied ആണ് unquenchable. Greedy, that is voracious. ഓർത്ത് വെക്കണം, voracious reader എന്നൊക്കെ നിങ്ങൾ കേട്ടണം. എത്ര കിട്ടിയാലും പിന്നെ വായിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ you can say that he is a voracious reader. Don't say ferocious and voracious രണ്ടാ. Voracious എന്ന് പറഞ്ഞാൽ ഇനിയും പോരട്ടെ, he is a voracious person in terms of learning എന്ന് പറഞ്ഞാൽ എത്ര പഠിക്കാനോ അത്രയും പഠിക്കും. Greedy, he is greedy to knowledge. He greedy for knowledge എന്ന് പറയും. That's voracious. Insatiable, unquenchable, greedy. ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്കാണ് eschew from something, abstain from something, refrain from, eschew from. Okay, ഇന്ന് എല്ലാത്തിനും കൂടെ from ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക, because it is a fixed preposition. Abstain from, refrain from, അതിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക, that is abstain.
മാറി നിൽക്കുക, ഇച്ചിരി കൈ അകലം പാലിക്കുക. എന്താണ് ലെങ്ത് എന്തായിരുന്നു, ഫുട്സ് ലെങ്ത്. യാ, ദാറ്റ്സ് ഇറ്റ്. അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ, ഗിവ് അപ്പ്, വേണ്ട, വിട്ടുകളയുക. റിനൗൺസ് ചെയ്യുക, മാറി നിൽക്കുക, വിട്ടുകളയുക. ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. S2 ഓർത്ത് വെച്ചോണം കേട്ടോ. S2 എന്ന വാക്കിന്റെ അർത്ഥം കേട്ടാൽ എപ്പോഴും ഓർത്ത് വെച്ചോണം. ഓക്കെ, ഹി ഹാസ് എ വെറസിറ്റി ഇൻ ഹിസ് വർക്ക്. ഓക്കെ, പോരട്ടെ. The government planning to disown more citizens. Government is planning to disown more citizenship in border sharing areas. So the people had decided to peg a had decided. അപ്പോൾ കഴിഞ്ഞു എന്നാണ് അല്ലേ. അപ്പൊ എന്ത് കൊടുക്കണം? ഗവൺമെന്റ് വാസ് പ്ലാനിങ് ടു ഡിസോൺ, അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, we are about to disown our tour due to the emerge of Omicron. Okay, Konkan Railway emanated from Sridharan's thoughts. Yes, veracity is important in competitive exams. Yes, teacher remembered the students only to have salubrious competition between them. Okay, he has a veracity in his work. Okay, every country keeps a salubrious relationship with one another. Okay, yes, an incremental rise in salary periodically motivates employees to work better. Okay, sebaceous food എന്ന് പറയുമോ? സെബേഷ്യസ് ഫുഡ് എന്ന് പറയാം. ഒരു സെക്കൻഡ്. സെബേഷ്യസ് യെസ്, ഒരു സെക്കൻഡ്. ഹിസ് തേഴ്സ്റ്റ് ഓഫ് നോളജ് ഇസ് അൺക്വെഞ്ചബിൾ. ഒരു സെക്കൻഡ്. സലുബ്രിയസ് കോമ്പറ്റീഷൻ ഇസ് നെസറി ഇൻ കോമ്പറ്റീഷൻസ്. നെഗറ്റീവ് മീനിങ് ആണോ വൊറേഷ്യസ്? നെഗറ്റീവ് മീനിങ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഒബ്വിയസ്ലി യു ക്യാൻ യൂസ് ഇറ്റ് ആസ് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. കാരണം നെഗറ്റീവ് ആയിട്ട് പറയുമ്പോഴും പോസിറ്റീവ് ആയിട്ട് പറയുമ്പോഴും മീനിങ് കറക്റ്റ് ആണ് കേട്ടോ. ആംസ് ലെങ്ത്, യെസ്. ഫുട്സ് ലെങ്ത്തും പറയും, ആംസ് ലെങ്ത്തും പറയും അല്ലേ? ആംസ് ലെങ്ത് പറയും. യെസ്, ആംസ് ലെങ്ത് ആണ്. യെസ്, ആംസ് ലെങ്ത് ആണ്. ഇഡിയം, യെസ്, ഇറ്റ്സ് എൻ ഇഡിയം. ആംസ് ലെങ്ത് ആണ്. ദ ന്യൂ വൈറസ് ഒമിക്രോണിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. is emanated from the existing coronavirus. Okay, don't S2 until you're proud. Okay, don't give up. Okay, voracious nature of human being is major threat to the sustainable development. Yes, she always eschewed from the challenging situations. Yes, അടുത്താണ് കണ്ടന്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്പണന്റ്, കോമ്പറ്റീറ്റർ, റൈവൽ, കണ്ടസ്റ്റന്റ്. നമ്മളിവിടെ കട്ടയ്ക്ക് നിൽക്കുന്ന കോമ്പീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ സേ ഹീസ് മൈ കണ്ടന്റർ, ഹീസ് മൈ ഒപ്പോണന്റ്. അവൻ എൻ്റെ എതിരാളിയാണ് അല്ലേ, റൈവൽ ആണ് എന്നൊക്കെ നമ്മൾ പറയാം. കോമ്പറ്റീറ്റർ ആണ്, കണ്ടസ്റ്റന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. കണ്ടന്റന്റ് എന്ന് പറയുന്ന അർത്ഥം. മാസ്മാൻ അറ്റൻഡൻസ് എടുക്കുന്നേ ഉള്ളൂ, വരിപ്പോര്. ഓക്കെ, അടുത്താണ് പെർസ്വേഡ്. യു നോ വാട്ട് പെർസ്വേഡ് ഈസ്? കൺവിൻസ് ചെയ്യാം. മേക്ക് ആസ് എ കോസറ്റീവ് വേർബ്. മേക്ക് എന്ന് പറയുന്നത് ഇവിടെ ഓർക്കണേ, എന്താണ്? മേക്ക് സംബഡി ടു ഡു സംതിങ്, അതാണ് ഉദ്ദേശിക്കുന്നത് മേക്ക് കേട്ടോ. കോസറ്റീവ് വേർബ് ആണ്. പെർസ്വേഡ് ചെയ്യുന്ന മേക്ക് ചെയ്യുക, സൃഷ്ടിക്കുക എന്നൊരർത്ഥമല്ല. കോസറ്റീവ് വേർബ് ആയിട്ട് അവിടെ മേക്ക് വരുന്നുള്ള ഓർത്ത് വെച്ചോണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ലെറ്റ് സംവൺ, ലെറ്റ് ഇറ്റ് ബി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയാം മേക്ക് സംതിങ്, മേക്ക് സംബഡി ഡു സംതിങ്, പെർസ്വേഡ് സംവൺ, മേക്ക് സംവൺ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നിർമ്മിക്കുക, കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു അർത്ഥമല്ലേ, ഓർത്ത് വെക്കുക. കൺവിൻസ്, മേക്ക്, കോക്സ്, ഇൻഫ്ലുവൻസ്. കോക്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓക്കെ, ആർച്ച് റൈവൽസ്. ഓക്കെ, അടുത്തത് എന്തായെന്ന് പറഞ്ഞാൽ ഐ വിൽ നെവർ എസ്ക്യൂ ഫ്രം മൈ അറ്റംപ്റ്റ് ടു സീസ് എ ജോബ്. ഓൾ റൈറ്റ്, try to eschew from voracious contender as it is really tough to persuade such people. Okay, COVID-19 eschewed us from family functions. Yeah, I want to become a voracious reader. Yeah, go ahead. Management questioned the veracity of her decision last day. His voracious character put him in several criminal cases. All right, moving on to today's article. നമുക്ക് ആർട്ടിക്കിലോട്ട് പോകാം. This is it. അപ്പോൾ നമ്മുടെ synonyms, antonyms കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരും ഒരു മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഒന്ന്. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് തരാം. ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ആർട്ടിക്കിളിലോട്ട് കിടക്കാം. ഇന്നത്തെ ആർട്ടിക്കിൾ ഓൺ നമ്മുടെ കറൻസിയെ പറ്റി, വിർച്വൽ കറൻസിയെ പറ്റിയുള്ള ആണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ. ലെറ്റ് സി. റെഗുലേഷൻ നോട്ട് ബാൻ. അപ്പൊ പറഞ്ഞു വരുന്ന ടൈറ്റിലെ നോക്കുക, നമ്മൾ റെഗുലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വി ആർ നോട്ട് ഗോയിങ് ടു റെസ്ട്രിക്ട് സംതിങ്. നമ്മൾ ഒരു കാര്യത്തിനെ പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കാനല്ല പോകുന്നത്, നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. സോ വി ആർ ഫോക്കസിങ് ഓൺ റെഗുലേഷൻ നോട്ട് ബാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ യാ ലെറ്റ് സി. ഹരി വരാനാണ്, ഹീസ് ലേറ്റ് ടുഡേ, വരാറായിട്ടുണ്ട്. യെസ്, ലാനിസ്റ്റേഴ്സ് വർ ഓൾവേസ് എ റൈവൽ ഫോർ സ്റ്റാർക്സ്. വേറെ റൈവൽ പറയില്ല. ലാനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആസ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ, റൈവൽ ഫോർ സ്റ്റാർക്സ്. യെസ് ഹരിശങ്കർ, അത് കറക്റ്റ് ആണ്. ഗ്രേറ്റ്, യെസ് ദേ ആർ. വിന്റർ ഇസ് കമ്മിങ് അല്ലേ, നമ്മുടെ വിന്റർ ഇസ് എത്തി. ലെറ്റ് സ്റ്റാർട്ട്. റെഗുലേഷൻ നോട്ട് ബാൻ.
India should regulate trading of virtual currencies through monitored exchange. അപ്പോൾ പറഞ്ഞെന്താ, ഇന്ത്യ റെഗുലേറ്റ് ചെയ്യണം വിർച്വൽ കറൻസിനെ. ഇന്ത്യ കറൻസി നമ്മൾ കൊടുക്കുമല്ലേ, നമ്മൾ മോണിറ്റർ ചെയ്യുമല്ലേ. അപ്പം ഇന്ത്യ എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. എക്സ്ചേഞ്ച് നടത്തുമ്പോൾ, നമ്മൾ വിർച്വൽ കറൻസി എക്സ്ചേഞ്ച് നടത്തുമ്പോൾ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരിക്കണം. അതായത് കൃത്യമായിട്ട് ശ്രദ്ധയോടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി മോണിറ്റേർഡ് ആൻഡ് അതിന്റെ റെഗുലേഷൻ കറക്റ്റായി ട്രേഡിംഗ് ഓഫ് വിർച്വൽ കറൻസി കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകണം എന്നാണ് ഓഥർ പറയുന്നത്. Let's see. 8 years after RBI issued its first advisory cautioning holders of virtual currencies about the potential financial and security risks, and 2 years after drafting a bill to ban cryptocurrencies, the government is set to introduce legislation that would, if passed, officially proscribe such currencies. Its concerns appear to be the risks associated with cryptocurrencies, including their potential use for money laundering and financing of illegal activities. അപ്പോൾ പറഞ്ഞു വരുന്നത് 8 വർഷങ്ങൾക്ക് മുൻപ് RBI ഇഷ്യൂ ചെയ്തു അതിന്റെ ആദ്യത്തെ അഡ്വൈസറി കോഷനിങ്. എന്താണ് ഇത് ചെയ്തായിരുന്നു, അനൗൺസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഇത് 8 വർഷങ്ങൾക്ക് മുമ്പ് RBI അനൗൺസ് ചെയ്തായിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, വിർച്വൽ കറൻസിയെ പറ്റി, കറൻസി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് വിർച്വൽ കറൻസി ഹോൾഡേഴ്സിനെ ഒന്ന് കോഷൻ ചെയ്തു. അവരെ ഒന്ന് ഇത് കൊടുത്തു, അവർക്കൊരു വാർണിംഗ് കൊടുത്തു. ഒരു വാർണിംഗ് കൊടുക്കുക ചെയ്തത് അല്ലെ, ഒരു വാർണിംഗ് കൊടുത്തു, ഒരു കോഷൻ കൊടുത്തു നമ്മുടെ വിർച്വൽ കറൻസി ഹോൾഡേഴ്സിന്. എന്തുകൊണ്ടാ, അവരുടെ പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ആൻഡ് സെക്യൂരിറ്റി റിസ്കുകളെ പറ്റി. എന്തൊക്കെ റിസ്കുകളാണ് നിങ്ങൾക്കുള്ള അല്ലെ, പോസിബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ പോസിബിൾ ഒരു തെറ്റുണ്ട് എനിക്ക്, ഐ എം സോ സോറി. പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ആൻഡ് സെക്യൂരിറ്റി റിസ്ക് ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ ബാക്കിലോട്ട്. നമ്മൾ ഈ പൊട്ടൻഷ്യൽ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പൊട്ടൻഷ്യൽ ഇസ് നൗൺ ആസ് വെൽ ആസ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു, ഞാൻ എഴുതിയില്ലായിരുന്നു അല്ലേ, ഒരു അഡ്ജക്റ്റീവ് കൂടിയാണ്. അപ്പോൾ പോസിബിലിറ്റി എന്നൊരു നൗണിൻ്റെ കൂടെ പോസിബിൾ അല്ലെങ്കിൽ എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് ഉള്ള കാര്യം കൂടെ ഓർത്ത് വെക്കണം. പറഞ്ഞിരുന്നു പക്ഷേ എഴുതാൻ വിട്ടുപോയി, അതൊന്നും ഓർത്ത് വേണം കേട്ടോ. സോ പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി റിസ്കുകളെ പറ്റി ഈ കോഷൻ കൊടുത്തായിരുന്നു, വാർണിംഗ് കൊടുത്തായിരുന്നു. ആൻഡ് 2 years ആഫ്റ്റർ ഡ്രാഫ്റ്റിംഗ് എ ബിൽ, അതിനുശേഷം 2 yearsന് ശേഷം ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു ക്രിപ്റ്റോ കറൻസികളെ എന്ത് ചെയ്യാനായിട്ട്, ബാൻ ചെയ്യാൻ വേണ്ടി, പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഗവൺമെന്റ് എന്താണ്, ഇപ്പോൾ ഗവൺമെന്റ് ഇസ് റെഡി സെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ലെജിസ്ലേഷൻ ദാറ്റ് വുഡ്. അപ്പോൾ ഒരു പുതിയ ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് റെഡിയാണ്. ഇഫ് പാസ്ഡ്, കണ്ടീഷൻ മാത്രമാണ് കേട്ടോ, ഇഫ് പാസ് ചെയ്താൽ അത് ഒഫീഷ്യലി ഈ ക്രിപ്റ്റോ കറൻസികളെ എന്ത് ചെയ്ത് ബാൻ ചെയ്ത് കളയും. അപ്പോൾ ഇതിന്റെ കൺസേൺസ് എന്താ, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ക്രിപ്റ്റോ കറൻസീസ്. ഈ ക്രിപ്റ്റോ കറൻസികൾ നമ്മുടെ ശരിക്കുള്ള കൺസേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്രിപ്റ്റോ കറൻസികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ യൂസ് ഫോർ മണി ലോണ്ടറിങ്, കാരണം മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും അല്ലേ, പൈസ നമുക്കൊരു പ്രശ്നമല്ല, അത് വെച്ച് ലോണ്ടറിങ് നടത്തും അല്ലെ, പൈസ എടുത്ത് ബിസിനസ്സുകൾ, കള്ള പരിപാടികളൊക്കെ ആയിട്ട്. ആൻഡ് ഫിനാൻസിങ് ഓൺ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ അല്ലേ ആയിട്ട് പൈസ ഇങ്ങനെ എടുത്ത് കളിക്കും. പൈസ ഉള്ളവർക്ക് അത് ചിന്തിച്ചാൽ മതിയല്ലോ. സോ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് ബാൻ ചെയ്യുന്ന കാര്യം പറയുന്നത്, അതാണ് അതിന്റെ റിസ്കുകളെ പറ്റിയാണ് കൺസേൺ ചെയ്യുന്നത്. അപ്പോൾ റെഗുലേഷൻ ആണ് വേണ്ട, ബാൻ വേണ്ട എന്ന് ഓതർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഓതറിന്റെ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഓതർ പറഞ്ഞിരിക്കുന്നത് എന്ത് ലെവലിലാണ് എന്നുള്ളത് നമുക്ക് അറിയാം. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ. ദ റിസ്ക് investors and consumers face in dealing with these so-called currencies, cryptocurrencies, given that they are neither a store of value or they are a medium of exchange, and the ostensible threat they pose to financial stability are also key factors. Prime Minister Narendra Modi had, in a video address to the Sydney Dialogue earlier this month, said, "It is important that all democratic nations work together on this cryptocurrency and ensure it does not end up in wrong hands." The center and RBI's deep disquiet with cryptocurrencies notwithstanding, there has been an exponential jump in investment in virtual currencies. നോക്കിക്കേ, പറഞ്ഞു എന്താ നോക്കിക്കേ. അപ്പോൾ ഈ റിസ്കുകളെ പറ്റിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനുള്ള റിസ്ക്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ഫേസ് ചെയ്യുന്ന റിസ്കുകൾ ഏതൊക്കെയാണ് ഇൻ ഡീലിംഗ് വിത്ത് ദീസ് കറൻസി. ഈ പറയുന്ന സോ കോൾഡ് കറൻസികൾ, മേൽപ്പറഞ്ഞ കറൻസികൾ, മേൽപ്പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികളുടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, റിസ്കുകൾ എന്തൊക്കെയാണ്, അവർ ഡീൽ ചെയ്യുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ദ ഡസ് നോട്ട് ഹാവ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അതിന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ലതാനും. ഒന്ന് മാത്രമല്ല, അതൊരു മീഡിയം, അത് തിരിച്ച് എടുത്തു വെച്ചിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്ന ഒരു സാധനമാണോ അല്ല അല്ലെ. അതേപോലെ തന്നെ അതിന് വേറെ പ്രത്യേകത എന്താ, അത് മീഡിയം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അതുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എവിഡന്റ് ത്രെഡ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്താ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് ആൻ എവിഡന്റ് ത്രെറ്റ് ആണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ മുകളിൽ വരുത്തുന്നത് എന്നാണ് പറയുന്നത്.
അതാണ് ഈ പറയുന്ന കാര്യങ്ങളും കൂടി കൂട്ടി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കൂടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പറ്റത്തില്ല, സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് കീ ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ദീസ് ആർ ദ 3 കീ ഫാക്ടേഴ്സ്. ഇതിനെ നമ്മൾ ബാൻ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ ഉള്ള കാര്യത്തിന് വേണ്ടി പറയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അഡ്രസ്സിൽ സിഡ്നി ഡയലോഗുമായിട്ട് ഉള്ള വീഡിയോ അഡ്രസ്സിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞു, കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു, ഈ മാസം തുടക്കത്തിൽ നവംബർ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ എല്ലാ ഡെമോക്രാറ്റിക് നേഷൻസും ഒരുമിച്ച് നിൽക്കണം. വി ഹാവ് ടു ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗെദർ. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ ദാറ്റ് ഈ പറയുന്ന പൈസ ക്രിപ്റ്റോ കറൻസി റോങ് ഹാൻഡ്സിൽ എത്തിച്ചേരാൻ പാടില്ല, തെറ്റായ കരങ്ങളിൽ എത്തിച്ചേരാൻ പാടില്ല. അതായത് മണി ലോണ്ടറിങ് ബിസിനസ് മണി ലോബീസിന്റെ അടുത്ത് ലോണ്ടറിങ് ലോബീസിന്റെ കയ്യിൽ എത്തരുതെന്നാണ് പറയുന്നത്. ബട്ട് വി നോ അല്ലേ, ഇതിനുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ഇതിനെപ്പറ്റിയാണ് ഈ ഡിമോണിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ വന്നത്. വി നോ അബൌട്ട് ഇറ്റ് അല്ലേ. ദ സെന്റർ, അത് നവംബർ മാസമായിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദ സെന്ററും അതുപോലെ തന്നെ RBIയും അവരുടെ ഡീപ് വറി, അവരുടെ അണ്ണീസ്, അവർ ബുദ്ധിമുട്ട്, അവരുടെ ഒരു വറി അവർ കാണിക്കുന്നുണ്ട് ഈ കറൻസിയുമായിട്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് ഡെസ്പൈറ്റ് ദർ ഹാവ് ബീൻ ആൻ എക്സ്പോണൻഷ്യൽ ജമ്പ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. അതേസമയം ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് അത് അവർ വറി കാണിക്കുമ്പോഴും അതേസമയം ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിർച്വൽ കറൻസികളിലുള്ള എക്സ്പോണൻഷ്യൽ ജമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റാപ്പിഡ് ഇൻക്രീസ് ആണ്, ഒരു ഹ്യൂജ് ഹൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. Especially after the Supreme Court last year struck down an RBI notification barring financial entities from facilitating consumer transactions related to virtual currencies. അപ്പോൾ എന്തോ ഒരു സെന്റൻസ് വന്നു. സ്നേഹ അന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അത് നമുക്ക് പറയാം കേട്ടോ, അത് ഞാൻ അറിയിക്കാം. ഓക്കെ, അത് അറിയിക്കാം. ഓൾ റൈറ്റ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? നമ്മൾ എവിടം വരെ പറഞ്ഞു വന്നു? നമ്മുടെ yes. അപ്പോൾ last year struck down an RBI notification barring financial entities from facilitating consumer transaction related to virtual currencies. Industry estimates now peg cryptocurrency holdings in India at about 40,000 crore rupees, held by about 15 million investors, and advertising trends show an upsurge in ads promoting brands associated with investment in virtual currencies. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒഫീഷ്യലി എൻഡ് ചെയ്തു RBI നോട്ടിഫിക്കേഷനിൽ ഡിബാർ ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ സുപ്രീം കോർട്ടിന്റെ ഒരു ഇതനുസരിച്ച് എൻഡ് ചെയ്തു വിത്ത് ഈ നോട്ടിഫിക്കേഷൻ, ഡിബാറിംഗ് നോട്ടിഫിക്കേഷനോട് പറഞ്ഞു ഈ ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ്, ഈ പറഞ്ഞു വരുന്ന ഫിനാൻഷ്യൽ കമ്പനീസോ ഈ ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ് ഒക്കെ കൺസ്യൂമർ RBIയുടെ നോട്ടിഫിക്കേഷനാണ്. അതായത് ഈ വിർച്വൽ കറൻസികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ബാൻ ചെയ്യുന്ന രീതിയിൽ ഡിബാർ ചെയ്യുക അല്ലെങ്കിൽ ബാൻ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു ഇതുണ്ട് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിലെ ഹോൾഡിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 40,000 കോടി രൂപയുടെയാണ്. 40,000 കോടി രൂപയുടെയോളം ക്രിപ്റ്റോ കറൻസീസ് ഇന്ത്യയിലുണ്ട്. അത് ആരിൽ നിന്നാണ് എടുക്കുന്നത്? വെറും 15 മില്യൺ ഇൻവെസ്റ്റേഴ്സിൽ നിന്നാണ് ഈ പൈസ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് നോക്കണം. ഇൻവെസ്റ്റേഴ്സ് ആകെ 15 മില്യൺ ഉള്ളൂ, പക്ഷെ അതിലടക്കം 40,000 കോടി അത് നമുക്ക് കണക്കിലുള്ളത് കേട്ടോ, കണക്കിലുള്ളതാണ് ഈ പറയുന്നു. ആൻഡ് അതുപോലെ തന്നെ അഡ്വർടൈസിങ് ട്രെൻഡ്സ് എടുത്ത് നോക്കിക്കോ, അതിലെല്ലാം നിങ്ങൾക്ക് ആഡിന്റെ പ്രൊമോഷൻ ബ്രാൻഡുകളുടെ പ്രൊമോഷൻസ് നോക്കിക്കോ, എല്ലാം ഈ പറഞ്ഞ വിർച്വൽ കറൻസി ബേസ്ഡ് ഓൺ ആണ് അല്ലേ. നിങ്ങൾ എല്ലാ ഹെഡ്ജ് ഇക്വിറ്റീസ്, ഏത് ഇക്വിറ്റീസ് എടുത്തോ, ഏത് സ്റ്റോക്ക് കമ്പനീസ് എടുത്തോ, അതിൻ്റെയൊക്കെ ബ്രാൻഡ് പ്രൊമോഷൻസ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം വിർച്വൽ കറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓതർ ഫസ്റ്റ് ഇതിൽ പറയുന്നു. And moving on to the second paragraph. അടുത്ത പാരഗ്രാഫിൽ വരുമ്പോൾ that the ground has shifted since an inter-ministerial committee set up to study issue related to virtual currency first proposed the ban in 2019 is beyond doubt. അപ്പോൾ നമുക്കറിയാം ഒരു ബാൻ വന്നത് 2019 അല്ലേ. ഈ 2019 ബാൻ വന്ന എപ്പോഴാണ്? ഒരു ഇന്റർ മിനിസ്റ്ററൽ കമ്മിറ്റി ഫോം ചെയ്തായിരുന്നു, സെറ്റപ്പ് ഓർഗനൈസ് ചെയ്തായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന വിർച്വൽ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് അതിന് ബാൻ വന്നത് ഈ പറയുന്ന 2019 ഓക്കെ. എന്നാൽ അപ്പോൾ അങ്ങനെയാണ് ഒരു എന്താ പറയുക, നമുക്ക് ഈ ഗ്രൗണ്ടിനെ പറ്റി, ഈ ഒരു ബേസിന്റെ കാര്യം ഒന്ന് ഷിഫ്റ്റ് ചെയ്തല്ലേ, ഈ ഒരു കാര്യത്തെ പറ്റി ഒരു ഷിഫ്റ്റ് വന്നു തുടങ്ങിയത് അപ്പോഴാണ്. ആൻഡ് ലെറ്റ്സ് സീ ഫ്രം ദ എംഫറ്റിക് assertion in that panel's report, ഈ പാനൽ മേൽപ്പറഞ്ഞ പാനൽ ഇല്ലേ, ഈ പറഞ്ഞ ഇന്റർമിനിസ്ട്രൽ പാനൽ, അവരുടെ റിപ്പോർട്ടിലെ അസേർഷൻ അനുസരിച്ച് that no country across the world treats currency as legal tender to a situation where earlier this year El Salvador, admittedly a small and heavily indebted nation, officially declared Bitcoin as a legal tender
as legal tender, much has changed in adoption of private virtual currencies worldwide. The pandemic has accentuated the global embrace of all things digital, and investment in the technologies enabling cryptocurrencies, including blockchain, appear to be no different. Canada, Japan and Thailand permit the use of virtual currencies as a പറഞ്ഞു വരുന്നത് എന്താണ്, പാൻഡമിക് ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് മൊത്തത്തിലൂടെ നോക്കിയാൽ മനസ്സിലാകും. നോക്കിക്കേ, ഒരു എംഫറ്റിക് അസേർഷൻ ആണ്, അത് സ്ട്രെസ് ചെയ്താണ്, കൃത്യമായിട്ട് എംഫസൈസ് ചെയ്ത ഒരു ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ അസേർഷൻ അറിയാലോ, ക്ലെയിം ആണ്, ഒപ്പീനിയൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ പാനലിന്റെ. ദാറ്റ് ഒരു കൺട്രിയും ട്രീറ്റ് ചെയ്യുന്നില്ല ഈ കറൻസിനെ ലീഗൽ ടെൻഡർ അല്ലേ, ഒരു ആസ് ലീഗൽ ടെൻഡർ ടു സിറ്റുവേഷൻ. കേട്ടോ, ഒരു കാര്യത്തിൽ ലീഗലി നമ്മൾ ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ലീഗലായിട്ട് ഈ പറഞ്ഞ കറൻസികളെ ഇത് ചെയ്യുന്നില്ല. എന്നാൽ അതേ സമയത്ത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കുക, ചിലയിടത്ത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ബിറ്റ് കോയിൻസിനെ എന്താക്കി എഴുതിയിട്ടുണ്ട്, ലീഗൽ ടെൻഡർ ആയിട്ട് അതിനെ ലീഗലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ആ അഡോപ്ഷനൊക്കെ കുറേയൊക്കെ മാറി. ഹാസ് മച്ച് ചേഞ്ച് ഇൻ അഡോപ്ഷൻ ഓഫ് പ്രൈവറ്റ് വിർച്വൽ കറൻസീസ് വേൾഡ് വൈഡ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് വിർച്വൽ കറൻസീസിനോടുള്ള നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള താല്പര്യം ഒക്കെ കുറഞ്ഞു, ഒരു മാറ്റം വന്നിട്ടുണ്ട്, അതിനോടുള്ള ഒരു അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാൻഡമിക്കിന്റെ ഒരു പ്രത്യേകത എടുക്കുകയാണെങ്കിൽ, പാൻഡമിക് വന്നപ്പോൾ എവറിത്തിങ് ഹാസ് ഹാപ്പൻഡ് ടു ബി ഷിഫ്റ്റഡ് ടു ഡിജിറ്റലൈസ്ഡ് അല്ലെ, എല്ലാം ഷിഫ്റ്റഡ് ടു ഡിജിറ്റൽ വേൾഡ്, ഡിജിറ്റലായി മാറി. അപ്പോൾ പാൻഡമിക് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്, ആക്സെൻറ്റുവേറ്റ് ചെയ്തത് എന്താ പറയുക, ഒരു വെൽക്കമിങ് ആണ് നമുക്ക് വന്നത്. ഡിജിറ്റൽ തിങ്സ് ആയി, എവറിത്തിങ് ഇസ് ഡിജിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിജിറ്റൽ, ടെക്നോളജി ഇസ് എവറിത്തിങ് ഇൻ ടു ഡിജിറ്റൽ. ആൻഡ് അതുപോലെ തന്നെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്, അപ്പം നിങ്ങൾക്ക് ഡിജിറ്റലൈസേഷൻ പറയും, ഇതൊക്കെ വരാട്ടോ. പാൻഡമിക്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ പറ്റി പറഞ്ഞാൽ ഇതും നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒരു എസ്സേ വരാം, വന്നാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വരണം എന്ത്, ഈ പറയുന്ന ബിറ്റ് കോയിനെ പറ്റിയും മറ്റേ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വിട്ടാൽ യു വിൽ ഗെറ്റ് മാർക്സ്, ബിക്കോസ് ദീസ് ആർ ദ ഇലസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ അത് കൊടുക്കാം. ആൻഡ് എനേബിളിംഗ് ക്രിപ്റ്റോ കറൻസീസ് ഇൻക്ലൂഡിംഗ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ആയിക്കോട്ടെ, ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, അതിന് ഒന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ദാറ്റ് ഹാപ്പൻസ്, ദർ ഇസ് നത്തിങ് ഡിഫറെന്റ്. അതിനൊക്കെ നമ്മൾ എംബ്രേസ് ചെയ്യുകയോ ചെയ്യുന്നത്. എസ്പെഷ്യലി എടുത്തു നോക്കിയാൽ കാനഡ, എക്സാമ്പിൾ കാനഡ എടുക്കുവാണ്, ജപ്പാൻ എടുത്തോ, തായ്ലൻഡ് എടുത്തോ, ഈ 3 സ്ഥലങ്ങളിൽ നോക്കുവാണെങ്കിൽ ശരിക്കും വിർച്വൽ കറൻസിന് ഒരു പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. ദേ ആർ പെർമിറ്റിംഗ് ദം. ഈ പറയുന്ന കാര്യങ്ങൾ ഒഫീഷ്യലി പെർമിറ്റ് ചെയ്യുമുണ്ട് കേട്ടോ. ദേ ആർ പെർമിറ്റിംഗ് ആസ് എ പേയ്മെന്റ് മെത്തേഡ്. അപ്പൊ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസീസ് അല്ലെ വിർച്വൽ കറൻസീസിനെയൊക്കെ നമ്മൾ എന്താക്കിയാണ് കൊണ്ടുപോകുന്നത്, വിർച്വൽ കറൻസീസിനെയാണ് ഇപ്പോൾ പേയ്മെന്റ് മെത്തേഡായിട്ട് ഒഫീഷ്യലി എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കാനഡ, ജപ്പാൻ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ. ആൻഡ് ദെൻ വി സി അടുത്ത എന്താണ് പറഞ്ഞു വരുന്നത്, വിത്ത് സം ജൂറിസ്ഡിക്ഷൻ റിലേറ്റിംഗ് ദം ആസ് ഡിജിറ്റൽ അസെറ്റ് ആസ് അതേഴ്സ് ആസ് എ കമ്മ്യൂണിറ്റി. അപ്പോൾ let's see other. Canada and the US closely monitor virtual currency activity to ensure they do not run afoul of laws on financial crimes, with the former also earning tax revenue on transactions. All things given, India should eschew the temptation to join China in proscribing virtual currencies and instead aim to tightly regulate their trading through monitored exchanges and earn revenue. Simultaneously, it should expedite the RBI's pilot of the central bank digital currency so as to offer an alternative to cryptocurrencies. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ഓദർ പറയുന്നുണ്ട് ബാൻ ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. വീണ്ടും ഓദർ പറയുന്നുണ്ട് റെഗുലേറ്റ് ചെയ്താൽ പോരെ. കാരണം കാനഡ പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ കാനഡ, തായ്ലൻഡ് അതുപോലെയുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കോ, നമ്മൾ അവിടെ എല്ലാം എടുത്ത് നോക്കിയാൽ അവരെല്ലാം ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ജപ്പാനൊക്കെ ടെക്നോളജിക്കലി ഏറ്റവും ഹൈടെക് ആണ്. ആൻഡ് എഡ്യൂക്കേഷണൽ വൈസ് ഒക്കെ എടുത്ത് ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള രാജ്യമാണ്. അവിടുത്തെ പേയ്മെന്റ് മെത്തേഡ് വരെ ഈ പറയുന്ന വിർച്വൽ കറൻസീസ് ആണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ജൂറിസ്ഡിക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്കറിയാം ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് ഫ്രോജുലൻസ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഇവ പറയുന്നത് ഒരു ഡിജിറ്റൽ അസെറ്റാണ് ഇവരെന്നാ പറയുന്നത്. ഈ പറയുന്ന എന്താണ് വിർച്വൽ കറൻസീസ് ഒരു അസെറ്റ് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല ചിലതിനൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അവർ കരുതാറുണ്ട്. അതേപോലെ തന്നെ കാനഡയും US എടുത്തു നോക്കുവാണെങ്കിൽ കാനഡയും US ക്ലോസ്ലി ഈ പറഞ്ഞ വിർച്വൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം പറയല്ലോ, മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. US കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് എന്തെങ്കിലും ഒരു പണി പാളിയാൽ പോവില്ലേ. സോ ദേ ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ ഡു നോട്ട് റൺ അഫോൾ ഓഫ് ലോസ്. ഫിനാൻഷ്യൽ ക്രൈംസിൽ ചെന്ന് പെടാതിരിക്കാൻ. ദേ ആർ നോട്ട് കണക്റ്റഡ് ടു എനി ഓഫ് ദ ഫിനാൻഷ്യൽ ക്രൈംസ്. കാരണം ഒരാൾ പണിതാൽ പോരെ, ഏതെങ്കിലും ഒരുത്തൻ പണിതാൽ പോരെ. ബിക്കോസ് ടെക്നോളജിക്കലി ദേ ആർ അഡ്വാൻസ്ഡ് നമ്മളെക്കാൾ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ പാളിവായതുകൊണ്ട് ദേ ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ ആർ റെഗുലേറ്റിംഗ് ഇറ്റ് വെരി മച്ച്, ക്ലോസ്ലി മോണിറ്ററിംഗ് എവറിത്തിങ്.
എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഫിനാൻഷ്യൽ, ഈ പറയുന്ന വിർച്വൽ മണി, വിർച്വൽ കറൻസി, ഇവർ എന്താ ടാക്സ് റവന്യൂ ഉപയോഗിക്കാൻ വേണ്ടിയില്ല. ടാക്സും ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് ടാക്സ് ലെവി ചെയ്യാം. അപ്പം തന്നെ ഇക്കണോമി ഫ്ലറിഷ് ചെയ്തില്ലേ? വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാര്യം. അതുകൊണ്ട് ഇതൊക്കെ കൂടെ ടേക്ക് ഇറ്റ് എടുത്തുക്കുമ്പോൾ ഇതെല്ലാം ടേക്കിംഗ് ഓൾ ദീസ് ഇൻ ടു അക്കൗണ്ട്, ഇതെല്ലാം നമ്മൾ കാര്യമായിട്ട് മുഖവരയ്ക്ക് എടുത്ത് കഴിയുമ്പോൾ ഇന്ത്യ ഷുഡ് എസ്ക്യൂ ദ ടെംപ്ടേഷൻ. ഇന്ത്യക്ക് ഒരു ടെംപ്ടേഷൻ ഉണ്ടല്ലേ, ചൈനയുടെ കൂടി ചേർന്നിട്ട് ഇതങ്ങ് പ്രിസ്ക്രൈബ് ചെയ്തേക്ക്, ഇതങ്ങ് ബാൻ ചെയ്തേക്ക്, വിർച്വൽ കറൻസിനെ ബാൻ ചെയ്യാമെന്ന്. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്? ഗിവ് അപ്പ് ദ ടെംപ്ടേഷൻ, വിട്ടുകളയുക, ഡ്രോപ്പ് ദ ടെംപ്ടേഷൻ, എസ്ക്യൂ ഡ്രോപ്പ് ഇറ്റ്, അങ്ങനെ ഒരു ടെംപ്ടേഷനെ ഡ്രോപ്പ് ചെയ്ത് കളയുക, റിഫ്രെയിൻ ഫ്രം ദ ടെംപ്ടേഷൻ. ഓക്കെ, എസ്ക്യൂ ദ ടെംപ്ടേഷൻ. ഓൾ റൈറ്റ്, ഒരു സെക്കൻഡേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. എസ്ക്യൂയുടെ കൂടെ ഫ്രം ഇല്ല കേട്ടോ, ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. സോറി ഫോർ ദാറ്റ്, ഇതൊരു ട്രാൻസിറ്റീവ് വേർബ് ആണ്. അതുകൊണ്ട് എസ്ക്യൂ കഴിഞ്ഞിട്ട് നേരെ ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഐ എം സോ സോറി. എസ്ക്യൂ കഴിഞ്ഞിട്ട് നേരെ ഒബ്ജക്റ്റ് വരണം. ബാക്കി അബ്സ്റ്റെയിൻ്റെ കൂടെ ഒബ്ജക്റ്റ് അല്ല, അതിൻ്റെ കൂടെ നമുക്ക് പ്രപ്പോസിഷൻ വരാം കേട്ടോ. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. ഓക്കെ, പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ടെംപ്ടേഷനെ ഡ്രോപ്പ് ചെയ്ത് കളയുക. ബിക്കോസ് ചൈനയുടെ കൂടി ചേർന്നിട്ട് ബാൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ ഇക്കണോമിക് സ്റ്റെബിലിറ്റി കിട്ടൂല. നമ്മൾ ചുമ്മാ പിന്നെ ആ പഴയ രാജ്യമായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ കറൻസിയെ ടൈറ്റ്ലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം. ടൈറ്റ് മോണിറ്ററിങ് നടത്തുക. ഓക്കെ, ക്ലോസ് മോണിറ്ററിങ് നടത്തുക ഇതിന്റെ എക്സ്ചേഞ്ചസ്. എന്നിട്ട് എന്ത് ചെയ്യണം? റവന്യൂ ഓൺ ചെയ്യാൻ നോക്കുക. ഇപ്പൊ പറ്റിയ പരിപാടി എന്താ? നമ്മൾ ഈ മോണിറ്റർ ചെയ്ത് പോവാ, എക്സ്ചേഞ്ചസിനെ മോണിറ്റർ ചെയ്യുക ആൻഡ് ഏൺ റവന്യൂ. ഇപ്പൊ പറ്റുന്ന പരിപാടി ഇതാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ട നമുക്ക്. സൈമിൾട്ടേനിയസ്ലി അതേനോടൊപ്പം പാരലായിട്ട് ഇറ്റ് ഷുഡ് എക്സ്പെഡിയേറ്റ് ഇൻക്രീസ് RBI's പൈലറ്റ് ഓഫ് സെൻട്രൽ ബാങ്ക്. അതുപോലെ തന്നെ ഈ പറയുന്ന RBIയുടെ ഡിജിറ്റൽ കറൻസിയുടെ കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ ഡിജിറ്റൽ കറൻസിന്റെ ഇതിലോട്ട് മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ RBIയുടെ എല്ലാ ഇതിലും ഡിജിറ്റലൈസേഷനിലോട്ട് കൊണ്ടുവരിക. അത് ക്രിപ്റ്റോ കറൻസികൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരും. ഓക്കെ, ക്രിപ്റ്റോ കറൻസികൾക്ക് പകരം അല്ല, കാരണം അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെന്റിനും ഉപയോഗമില്ലെന്നാണ് പറയുന്നത്. ഇത് ട്രാൻസാക്ഷൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ദെൻ വൈ ഡു വി നീഡ് ക്രിപ്റ്റോ കറൻസീസ്? അതിന് പകരം യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻക്രീസ് ദി RBIയുടെ പൊട്ടൻഷ്യൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക ക്രിപ്റ്റോ കറൻസിക്കെതിരെ. അങ്ങനെ പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒതർ പറയുന്നു. ഒരു ഇറ്റ്സ് ലൈക്ക് സജസ്റ്റീവ് എസ്സേ. ഇതൊരു സജസ്റ്റീവ് എസ്സേ ആണ്. ഓക്കെ, സജസ്റ്റീവ് എസ്സേ ആണ്, അനലിറ്റിക്കൽ ആണ്, അനലൈസ് ചെയ്ത് പോകണം. 2 പോയിന്റും അനലൈസ് ചെയ്തിട്ട് ഒരു അനലിറ്റിക്കൽ സജസ്റ്റീവ് എസ്സേ ആണിത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ഇതിന്റെ ടോൺ. സോറി, ഇറ്റ്സ് നോട്ട് എസ്സേ. വീണ്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എസ്സേ എന്ന് പറയാനുള്ള താല്പര്യം കൂടും. ഇറ്റ്സ് നോട്ട് എസ്സേ, ഇറ്റ്സ് എ റൈറ്റ് അപ്പ്, ഇറ്റ്സ് എൻ ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ മാത്രമാണ്. സോ ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ എന്ന് പറയാം. ടേക്ക് ഇറ്റ് ഇൻ ടു പെർസ്പെക്റ്റീവ്. യാ RBI's oversight. Yes. All right, clear ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തന്നെ എല്ലാവരും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസപ്പ് വരാം. വിൽ മൂവ് ഓൺ ടു ടുഡേയ്സ് സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ. കേട്ടോ, അത് അവിടെ വരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് വന്നേ പറഞ്ഞേ. നമുക്ക് വേഗം സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നലത്തെ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആൻഡ് ലെറ്റ്സ് സീ. All right, പോവാണേ. Spot the question, yes, of yesterday. Yeah, yesterday spot the question ആണ്. Experts say it is too early that determine variants impact and urge people to take vaccines precautions. അപ്പൊ പറഞ്ഞേ, ഇവിടെ ഏതാണ്? Experts say. Experts ആണ്, പ്ലൂറൽ ആണ്, പ്ലൂറലിന് പ്ലൂറൽ വേർബ് ആണ്. It is too early, കറക്റ്റ് ആണ്. That determine, അവിടെ ഏതാ പ്രശ്നം? ഹായ് അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, ഇവിടെ ഏതാ പ്രശ്നം? നോക്കിക്കേ, ശരിക്കും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഏതാ പ്രശ്നം? യെസ്, ഇവിടുത്തെ പ്രശ്നം ടു ഇറ്റ്സ് എ കോറിലേറ്റീവ്. ടു സോ ദാറ്റ് വരാം, സോയുടെ കൂടെ ദാറ്റ് വരാം, നോ പ്രോബ്ലം. കാരണം എന്താ? സോ ദാറ്റ് ക്ലിയർ ആണ്. സച്ച് ദാറ്റ് വരാം, അതെല്ലാം കോറിലേറ്റീവ്സാ, ഒരു പ്രോബ്ലം ഇല്ല. എന്നാൽ ടുവിന്റെ കൂടെ ഒരിക്കലും ദാറ്റ് വരില്ല. ടു കേട്ടോ, ടു ഏർലി ടു ഡിറ്റർമിൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ്, ഈ സാധനം എന്താ? ടു എന്താ സാധനം? ഇറ്റ്സ് എൻ അഡ്വേർബിയൽ എക്സ്പ്രഷൻ ആണ്. അതൊരു അഡ്വേർബിയൽ എക്സ്പ്രഷൻ ആണ് കേട്ടോ. ഇറ്റ്സ് എ കോറിലേറ്റ്, ഒരുമിച്ച് നിൽക്കുന്ന സാധനമാണ്, പെയറായിട്ട് നിൽക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എൻ അഡ്വേർബിയൽ എക്സ്പ്രഷൻ. ഓർത്ത് വെച്ചോളാം. മൂവിംഗ് ഓൺ ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ദ SPD, Germany's oldest political party that placed oneself as a centrist platform,
with a focus on social security measures, has faced an identity crisis of sorts as Ms. Merkel emerged as country's quintessential centrist leader. Okay, പോരട്ടെ, ഇതിന്റെ ആൻസർ എന്താന്ന് പോരട്ടെ. ആൻഡ് പോരട്ടെ ഇൻ ദി കോമന്റ് സെഷൻ കേട്ടോ. കോമന്റ് സെഷനിൽ ഇടുക, ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് give me your answers. All right, see you in the next class. Thank you so much everyone. Join us on our Telegram channel, Kerala PSC short selection. Okay, appo join cheya, adupole live vanna ellarkum, and for your active participation, thank you so much. All right, so be in touch, keep watching. Adupole ishtappettengil like cheyan marakanda, comment section ningalude comments, answers and doubts, suggestions ഒക്കെ ഇടാം. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് among your friends, family members and other aspirants എല്ലാവരിലും എത്തിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ അഡ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ലൈവ് ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതുപോലെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് എൻജോയ് ദ റൈഡ്, ബട്ട് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.